ഗുഡ് ഈവനിങ്. നമ്മുടെ AP സ്ട്രെയിറ്റ് കോഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിന്ന്. അപ്പോൾ ഇന്നത്തെ പോർഷൻ, ഇന്നത്തെ സബ്ജക്ട് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണ്. അപ്പോൾ സാറിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അത് സാറിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ നമുക്ക് മെന്റൽ ഹെൽത്ത് ഹാൻഡിൽ ചെയ്യുന്നത് മിസ്റ്റർ ഷംസാദ് സലീമാണ്. സാറിന് ഇവിടെ കേരളത്തിൽ ഒരു 7+ ഇയേഴ്സ് നഴ്സിംഗ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ സാർ എന്താണ് കൗൺസിലിംഗ്, അങ്ങനെയുള്ള കരിയർ ഗൈഡൻസ്, അങ്ങനെ ടീച്ചിങ്ങിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. കറന്റ്ലി ESI ബാംഗ്ലൂർ നഴ്സിംഗ് കോളേജിൽ ഫാക്കൽറ്റിയാണ്. സാറാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ സാറ് വളരെ റിസോഴ്സ്ഫുൾ ആണ്. അപ്പൊ എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷ്ണു സാർ വഴി കോണ്ടാക്ട് ചെയ്താൽ മതി. സാറിന് അത് ഫോർവേഡ് ചെയ്യും, അതിന്റെ ക്ലാരിഫിക്കേഷൻ തരികയും ചെയ്യും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾ വായിച്ചിട്ട് വന്നതല്ലേ, അപ്പോൾ അത് ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സാർ തുടങ്ങാം. സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? തുടങ്ങിക്കോളൂ സാർ. ഓക്കെ. ഏതായാലും നമുക്ക് ഇന്ന് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എൻ്റെ സ്പീക്കറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഏതായാലും നമ്മൾ ഇന്നത്തെ സെഷൻസ് തുടങ്ങുകയാണ്. നമ്മൾ ഫസ്റ്റ് സൈക്യാട്രി ആണ്. സൈക്യാട്രിയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ചോദിക്കാം. അത് ഇൻ ബിറ്റ്വീൻ സ്പീക്കറിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കാരണത്താൽ ഇൻ ബിറ്റ്വീൻ എനിക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാകും എന്നറിയില്ല. എനിവേ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഏറ്റവും അവസാനം നമ്മൾ ആൻസർ ചെയ്യുന്ന രീതിയിലും ആവാം. ഓക്കെ, എനിവേ നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ അറിയാം, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണ്. പലപ്പോഴും ഡിഫൻസ് മെക്കാനിസം അതുപോലെ തന്നെ ഹിസ്റ്ററി എന്നുള്ള ആസ്പെക്ട്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. എനിവേ നമുക്കതിന്റെ നിങ്ങൾക്ക് ഇതിൽ ഒരു ക്ലാരിറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നേരിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്താവുന്നതാണ്. എനിവേ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. നമ്മൾ അവസാനത്തിൽ നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നതാണ്. എനിവേ നമ്മൾ ഇന്ന് മെന്റൽ ഹെൽത്ത് എന്താണ്, അതിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അതിന്റെ കൺസെപ്റ്റുകളും ക്ലാരിറ്റിയും എല്ലാം ക്ലാരിറ്റി വരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് പോകുന്നത്. എനിവേ നമുക്കിന്ന് ക്ലാസ് തുടങ്ങാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിവേ മെന്റൽ ഹെൽത്ത് ആൻഡ് ഇൽനെസ് അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ്, ദ ടേം സൈക്യാട്രി ഇറ്റ് വാസ് കോയിൻഡ് ബൈ ക്രിസ്ത്യൻ റെയിൽ. 1808 ഒരു ജർമ്മൻ ഫിസിഷ്യൻ ആണ്, ക്രിസ്ത്യൻ റെയിൽ ആണ് ദ ടേം സൈക്യാട്രി എന്നുള്ള ടേം കോയിൻ ചെയ്ത അദ്ദേഹം ക്രിസ്ത്യൻ റെയിൽ 1808 പിന്നെ അതിൽ മെന്റൽ ഹൈജീൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. മെന്റൽ ഹൈജീൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് കൺസിഡർ മെഷേഴ്സ് ടു റെഡ്യൂസ് ദ ഇൻസിഡൻസ് ഓഫ് മെന്റൽ ഇൽനെസ്. അഥവാ നമ്മൾ മെന്റൽ ഇൽനെസിന്റെ ഇൻസിഡൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മെഷേഴ്സിനെയാണ് മെന്റൽ ഹൈജീൻ. അത് ത്രൂ പ്രിവെൻഷൻ ആൻഡ് ഏർലി ട്രീറ്റ്മെന്റ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ഹെൽത്ത് എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള മെന്റൽ ഇൽനെസ്സിനെ റിഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ മെന്റൽ ഹൈജീൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മെന്റൽ ഹൈജീൻ. മെന്റൽ ഹൈജീന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആയിട്ട് എണ്ണാൻ പറ്റുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രിവെൻഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്രിസർവേഷൻ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ക്യൂറേറ്റീവ് മെഷേഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ഡെവലപ്മെന്റ് ഓഫ് ദി പേഴ്സണാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ലീഡിങ് ഹാപ്പി ആൻഡ് കണ്ടന്റഡ് ലൈഫ്. ഇതാണ് പ്രധാനമായിട്ടും മെന്റൽ ഹൈജീന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് പ്രിവെൻഷൻ, പ്രിസർവേഷൻ, ക്യൂറേറ്റീവ് മെഷേഴ്സ് ആൻഡ് ബാലൻസ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ലീഡിങ് ഹാപ്പി ആൻഡ് കണ്ടന്റഡ് ലൈഫ്. ഇനി മെന്റൽ ഹെൽത്ത് എന്നുള്ള ഒരു ആസ്പെക്ട്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും പ്രൊമോഷൻ ഓഫ് മെന്റൽ വെൽബീയിങ്, ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് പീപ്പിൾ അഫക്റ്റഡ് ബൈ
മെന്റൽ ഡിസോർഡേഴ്സ് എന്നുള്ളതാണ് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പ്രൊമോഷൻ ഓഫ് മെന്റൽ വെൽബീയിങ് ആവാം, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് പീപ്പിൾ അഫക്റ്റഡ് ബൈ മെന്റൽ ഡിസോർഡർ. ഇനി മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഫൗണ്ടേഷൻ ഫോർ ഇമോഷൻസ്, തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ലേണിംഗ്, റിസൈലൻസ്, ഹോപ്പ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഇതെല്ലാം ഇതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് ഈസ് എ ഫൗണ്ടേഷൻ ഫോർ ഇമോഷൻസ്, തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ലേണിംഗ്, റിസൈലൻസ്, ഹോപ്പ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഇതിനാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ള ആസ്പെക്റ്റിൽ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് ടു ദ വേൾഡ് ആൻഡ് ടു ഈച്ച് അതർ വിത്ത് എ മാക്സിമം ഓഫ് എഫക്റ്റീവ്നെസ് ആൻഡ് ഹാപ്പിനെസ്. ഈ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ള കാൾ മെനിഞ്ചർ 1947 അദ്ദേഹം പറഞ്ഞൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് ടു ദ വേൾഡ് ആൻഡ് ടു ഈച്ച് അതർ. ലോകത്തോടും അതുപോലെ തന്നെ തമ്മിലും ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് വിത്ത് മാക്സിമം ഓഫ് എഫക്റ്റീവ്നെസ് ആൻഡ് ഹാപ്പിനെസ്. ഏറ്റവും എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള ലോകത്തോടും അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടുമുള്ള അഡ്ജസ്റ്റ്മെന്റിനെയാണ് ഹ്യൂമൻ ബീയിങ് എന്ന് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്ങിനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് അതിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എബിലിറ്റി ടു കോപ്പ് വിത്ത് സ്ട്രെസ്സേഴ്സ്. നമ്മൾ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഈസ് ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് സ്ട്രെസ്സേഴ്സ്, ഫ്രീഡം ഫ്രം ആങ്സൈറ്റീസ്, പോസിറ്റീവ് ഔട്ട്ലുക്ക് ടുവേഴ്സ് ലൈഫ്. ഇതാണ് മെന്റൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ആസ്പെക്റ്റിൽ പറയുന്നത്. എബിലിറ്റി ടു കോപ്പ് വിത്ത് സ്ട്രെസ്സസ് ആൻഡ് ഏബിൾ ടു ഫ്രീഡം ഫ്രം ആങ്സൈറ്റി ആൻഡ് പോസിറ്റീവ് ഔട്ട്ലുക്ക് ടുവേഴ്സ് ലൈഫ്. ഇനി മെന്റൽ ഹെൽത്തിന്റെ ജഹോദയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെന്റൽ ഹെൽത്ത് 1958 ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെന്റൽ ഹെൽത്തിൽ പറയുന്നത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് സെൽഫ്, സ്വന്തത്തോടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ആൻഡ് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് എബിലിറ്റി ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ, ഇന്റഗ്രേഷൻ, ഓട്ടോണോമി, പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി, എൻവയോൺമെന്റൽ മാസ്റ്ററി. ഈ കാര്യങ്ങളാണ് മെന്റൽ ഹെൽത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ജഹോദ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അഥവാ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് സെൽഫ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് എബിലിറ്റി ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ, അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ, ഓട്ടോണോമി, പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി, എൻവയോൺമെന്റൽ മാസ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെന്റൽ ഹെൽത്ത് ആയിട്ട് എണ്ണിയിട്ടുള്ളത്. ഇനി മെന്റൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ സയൻസ്, ഹാപ്പിനെസ്, കൺട്രോൾ ഓവർ ദ ബിഹേവിയർ, അപ്രൈസൽ ഓഫ് റിയാലിറ്റി, അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ് ഇൻ വർക്ക്, ഹെൽത്തി സെൽഫ് കൺസെപ്റ്റ്, സാറ്റിസ്ഫൈയിങ് റിലേഷൻഷിപ്പ്, എഫക്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. ഇതാണ് സയൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് ആയിട്ട് എണ്ണിയിട്ടുള്ളത്. ഹാപ്പിനെസ്, കൺട്രോൾ ഓവർ ദ ബിഹേവിയർ, അപ്രൈസൽ ഓഫ് റിയാലിറ്റി, എഫക്റ്റീവ്നെസ് ഇൻ വർക്ക്, ഹെൽത്തി സെൽഫ് കൺസെപ്റ്റ്, സാറ്റിസ്ഫൈയിങ് റിലേഷൻഷിപ്പ്, എഫക്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ ഇനി ഇത് മെന്റൽ ഹെൽത്തിന്റെ സയൻസ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് മെന്റൽ ഇൽനെസിന്റെ ആസ്പെക്ട്സിലാണ്. മെന്റൽ ഇൽനെസ് മീൻ ചെയ്യുന്നത് ഇറ്റ്സ് എ മാൾ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ലിവിങ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊഡ്യൂസസ്, എനിക്കൊണ്ട് സൗണ്ടിന്റെ എന്തെങ്കിലും ഇഷ്യൂ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. സൗണ്ട് ഓക്കെ ആയോ? ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, it produces a disharmony in the person's ability to meet human needs comfortably or effectively and function within a culture. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ ലിവിങ്ങിൽ ഉണ്ടാകുന്ന മാൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാൾ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ലിവിങ്. ഇത് പലപ്പോഴും മെന്റൽ ഇൽനെസ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഡിസ്ഹാർമണി ഇൻ ദ പേഴ്സൺസ് എബിലിറ്റി ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ ഇൻഡിവിജ്വലിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ എഫക്റ്റീവ്ലി ആൻഡ് ഫങ്ഷനിങ് വിത്തിൻ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ കൾച്ചറൽ ആസ്പെക്ട്സിൽ നിന്നുകൊണ്ട് പേഴ്സണിന് അയാളുടെ ഹ്യൂമൻ നീഡ്സിനെ കംഫർട്ടബിൾ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും മീറ്റ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഒരു ഡിസ്ഹാർമണി ഡെവലപ്പ് ചെയ്യുന്നതാണ് മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെന്റലി ഇൽ പേഴ്സൺ ലൂസസ് ഹിസ് എബിലിറ്റി ടു റെസ്പോണ്ട് അക്കോർഡിംഗ് ടു എക്സ്പെക്ടേഷൻസ്. അഥവാ മെന്റലി ഇല്ലായിട്ടുള്ള ഇൻഡിവിജ്വൽസിന് പലപ്പോഴും ലോസസ് ഹിസ് എബിലിറ്റി ടു റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദ എക്സ്പെക്ടേഷൻ. ഇതൊക്കെയാണ് മെന്റൽ ഇൽ പേഴ്സണെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. ഇനി 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ മെക്കാനിസം ദാറ്റ് റെഡ്യൂസസ് ആങ്സൈറ്റി അറൈസിംഗ് ഫ്രം
unacceptable or potentially harmful stimuli is called as an unconscious psychological mechanism that reduces anxiety that is arising from unacceptable or potentially harmful stimuli is called as homeostasis, intrinsic mechanism, defense mechanism, or balancing. What do you mean by? ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയോ എന്താണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട്? നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു മെന്റൽ ഹെൽത്ത് മെന്റൽനെസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി അതിൽ നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ എന്തായിരിക്കും? ഉത്തരം സി, ഡിഫൻസ് മെക്കാനിസം. ആരോ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞു, മീര മോഹൻ. ഓക്കെ, ഉത്തരം കറക്റ്റ് ആണ്. ഡിഫൻസ് മെക്കാനിസം, അത് അൺകോൺഷ്യസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മെക്കാനിസം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് അൺകോൺഷ്യസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ മെക്കാനിസം that reduces the anxiety arising from unacceptable or potentially harmful stimuli is called that is defense mechanism. ഇതിൽ അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള മെന്റൽ മെക്കാനിസം ആണ് ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിഫൻസ് മെക്കാനിസം എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. പേഴ്സൺസ് ഫീലിംഗ് അഡിക്വസി ആർ സീരിയസ്ലി ത്രട്ടൺഡ് ബൈ എ സ്ട്രെസ്സർ. അഥവാ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ഫീലിംഗ് ഓഫ് അഡിക്വസി പലപ്പോഴും പല സ്ട്രെസ്സേഴ്സ് കൊണ്ട് സീരിയസ് ആയിട്ടുള്ള ത്രട്ടൺ ചെയ്യുന്ന സമയത്ത്, ഇൻ ഓർഡർ ടു കോപ്പ് അപ്പ് വിത്ത് ദ സ്ട്രെസ്, എവരി വൺ യൂസസ് എ ഗ്രൂപ്പ് ഓഫ് മെന്റൽ ഓർ സിംബോളിക് പ്രോസസ് വിച്ച് ആർ അൺകോൺഷ്യസ് അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ദർ ആങ്സൈറ്റി. അഥവാ ഒരു സീരിയസ് ആയിട്ടുള്ള ത്രട്ട്, നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് നമുക്ക് മുൻപിൽ വരുന്ന സമയത്ത് ഏതൊരു ഇൻഡിവിജ്വലും യൂസ് ചെയ്യുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ സിംബോളിക് ആയിട്ട് ഉപയോഗിക്കുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ദിസ് അൺകോൺഷ്യസ് പ്രോസസ് ഈസ് കോൾഡ് ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പോയിന്റ് നോക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു മെന്റൽ മെക്കാനിസം, ഒരു സിംബോളിക് ആയിട്ടുള്ള പ്രോസസ് ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, what purpose does a defense mechanism serves? To defend and protect impulsive desire of the id, or to protect the ego from anxious feelings including guilt, or to help a person to physically defend themselves in a hazardous situation? ഇതിൽ ഏതായിരിക്കും ആൻസർ? വാട്ട് പർപ്പസ് എ ഡിഫൻസ് മെക്കാനിസം serves? ഇതിൽ ഡിഫൻസ് മെക്കാനിസം സെർവ് ചെയ്യുന്ന പർപ്പസ് ഏതാണ്? ഡിഫെൻഡ് ആൻഡ് പ്രൊട്ടക്ട് ഇമ്പൾസീവ് ഡിസയർ ഓഫ് ഇഡ് ആണോ, അഥവാ പ്രൊട്ടക്ട് ദ ഈഗോ ഫ്രം ആങ്ഷ്യസ് ഫീലിംഗ്സ് ആണോ, ടു ഹെൽപ്പ് എ പേഴ്സൺ ടു ഫിസിക്കലി ഡിഫെൻഡ് ദംസെൽഫ് ഇൻ എ ഹസാർഡസ് സിറ്റുവേഷൻ? ഇതിൽ ഏതായിരിക്കും? അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം, മെസ്സേജ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, കാരണം എൻ്റെ സ്പീക്കറിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ആൻസർ വന്നു. അനുപ പുരുഷോത്തമാണ്, 2-3 പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആൻസർ ബി, ടു പ്രൊട്ടക്ട് ദ ഈഗോ ഫ്രം ആങ്ഷ്യസ് ഫീലിംഗ് ഇൻക്ലൂഡിങ് ഗിൽറ്റ്. അതിൽ മെയിൻലി നമ്മൾ ഇതിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഇസ് അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാണ്, ആങ്ഷ്യസ് ആയിട്ടുള്ള ഫീലിംഗ്സിനെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈഗോ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഈ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഡീറ്റെയിലിൽ സിഗ്മണ്ട് ഫ്രോയിഡ് 1904 ദ ടേം ഡിഫൻസ് മെക്കാനിസം എന്നുള്ള ടേം യൂസ് ചെയ്തത്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ള ടേം യൂസ് ചെയ്തത്. അദ്ദേഹം ഇതിനെ വിളിച്ചത് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്നായിരുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്തി അഡാപ്റ്റേഷൻ. ഇത് ഇൻഡിവിജ്വലിന്റെ ഹെൽത്തി ആയിട്ടുള്ള അഡാപ്റ്റേഷന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓവർ യൂസ് ഓർ ഫെയിലിയർ വെൻ നീഡഡ്, ഡിഫൻസ് മെക്കാനിസം ലീഡ് ടു ഡിസ്റപ്റ്റീവ് ആൻഡ് അൺഹാപ്പി ലൈഫ് പാറ്റേൺ. അഥവാ യൂഷ്വലി നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെക്കാനിസം തന്നെയാണ് ഡിഫൻസ് മെക്കാനിസം. പക്ഷെ ഒരു in some situations we will use ചെയ്യും. ഓവർ യൂസേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫെയിലിയർ വെൻ നീഡഡ്, ആവശ്യമുള്ള സമയത്ത് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥ. ഇത്തരത്തിലുള്ള അത് പലപ്പോഴും ഇൻഡിവിജ്വലിന്റെ ദാറ്റ് വിൽ ലീഡ് ടു ഡിസ്റപ്റ്റീവ് ആൻഡ് അൺഹാപ്പി ലൈഫ് പാറ്റേൺ. ഇൻഡിവിജ്വലിന് ഒരു ഡിസ്റപ്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അൺഹാപ്പി ആയിട്ടുള്ള ലൈഫ് പാറ്റേൺ ഡെവലപ്പ് ചെയ്യാൻ കാരണമായേക്കാം എന്നുള്ളതാണ്. അത് ഫെയിലിയർ ആകുന്ന സമയത്താണ് പലപ്പോഴും വേരിയസ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസിലോട്ട് എല്ലാം മൂവ് ചെയ്യുന്നത്. ഓവർ യൂസോ അല്ലെങ്കിൽ അതിന്റെ ഫെയിലിയർ
when it is needed. ഇതാണ് ഡിഫൻസ് മെക്കാനിസം. അതിൽ മെയിൻലി ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഡിഫൻസ് മെക്കാനിസം, നെഗറ്റീവ് ഡിഫൻസ് മെക്കാനിസം. ഏതൊക്കെയാണ് പോസിറ്റീവ് ഡിഫൻസ് മെക്കാനിസം, ഏതൊക്കെയാണ് നെഗറ്റീവ് ഡിഫൻസ് മെക്കാനിസം? പോസിറ്റീവ് ഡിഫൻസ് മെക്കാനിസത്തിലാണ് കോമ്പൻസേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ, റാഷണലൈസേഷൻ, റിപ്രഷൻ, അൺഡൂയിങ്, ഐഡന്റിഫിക്കേഷൻ, ട്രാൻസ്ഫറൻസ്, ഇന്റലക്ച്വലൈസേഷൻ, ഇൻട്രോജെക്ഷൻ പോലുള്ളതൊക്കെ വരുന്നത്. അതുപോലെ നെഗറ്റീവ് ഡിഫൻസ് മെക്കാനിസത്തിലാണ് സപ്രഷൻ, ഡിസ്പ്ലേസ്മെന്റ്, പ്രൊജക്ഷൻ, റിഗ്രഷൻ, ഫിക്സേഷൻ, ഫാന്റസി, റിയാക്ഷൻ ഫോർമേഷൻ, കൺവേർഷൻ, ഡിസോസിയേഷൻ, ഡിനയൽ പോലെയുള്ള ഡിഫൻസ് മെക്കാനിസംസ് വരുന്നത് നെഗറ്റീവ് ഡിഫൻസ് മെക്കാനിസം. പോസിറ്റീവും നെഗറ്റീവും ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസംസ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടു കോമൺ, മെയിൻലി നമ്മൾ കോമൺ ടൈപ്പ് ഓഫ് ഡിഫൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെസ്പോൺസുകൾ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ടു കോമൺ ടൈപ്പ് ഓഫ് ഡിഫൻസ് ഓറിയന്റഡ് റെസ്പോൺസ് ആണ്. ഒന്ന് റെസ്പോൺസ് സച്ച് ആസ് ക്രൈയിങ്. ചില ക്രൈയിങ് ആയിരിക്കും. നമുക്കൊരു സ്ട്രെസ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് ഡിഫൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഒന്ന് ക്രൈയിങ്, ചില റെസ്പോൺസുകൾ. അതിലൊന്നാണ് ക്രൈയിങ്, റിപ്പീറ്റീവ് ആയിട്ടുള്ള ടോക്കിംഗ്, മോർണിംഗ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ മോർണിംഗ് ഇതുപോലുള്ളതൊക്കെ സൈക്കോളജിക്കൽ ഡാമേജ് റിപ്പയർ ആണ് ഇത് വരുന്നത്. അനദർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിഫൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് മെന്റൽ മെക്കാനിസം അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയും. ഇതൊക്കെ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള വേർഡുകളാണ്. മെന്റൽ മെക്കാനിസം അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് മെക്കാനിസം ഓർ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, അനദർ വൺ question. According to psychoanalytical theory, defense mechanisms are considered to be normal ആണോ, pathological ആണോ, immature ആണോ, abnormal ആണോ? Yes, it is a answer നോർമൽ ആണ്. സൈക്കോഅനലിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സൈക്കോഅനലിറ്റിക്കൽ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ആ സൈക്കോഅനലിറ്റിക്കൽ തിയറി അനുസരിച്ച് ഡിഫൻസ് മെക്കാനിസം ഈസ് കൺസിഡേർഡ് ആസ് നോർമൽ ആണ്. പക്ഷെ ഇത് ചില സമയത്ത് ഓവർ യൂസേജോ അല്ലെങ്കിൽ വെൻ ഇറ്റ് ഈസ് ഫങ്ഷൻ ചെയ്യേണ്ടുന്ന സമയത്ത് അത് ഫെയിലിയർ ആവുന്ന സമയത്തോ അത് അബ്നോർമൽ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഓരോ ഡിഫൻസ് മെക്കാനിസത്തെ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഇതിൽ കണ്ടന്റ് പലപ്പോഴും നമ്മൾ കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഡിഫൻസ് മെക്കാനിസംസ് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇത്. കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക, അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ള ഇറ്റ് ഈസ് ആൻ അൺആക്സെപ്റ്റബിൾ ഫീലിംഗ് അബൌട്ട് എ പേഴ്സൺ ഓർ എ സിറ്റുവേഷൻ which is transferred from its true target to another against which they can more safely be vented. അത് ഒന്നുകൂടെ ഇറ്റ് ഈസ് ഒരു എക്സ്പ്ലനേഷൻ കൂടി താഴെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ആൻ ഇമോഷൻ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഒബ്ജക്ട് ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ഒബ്ജക്ട്. അത് ഒന്നുകൂടെ ബ്രീഫ് ആയിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഇവിടെ ഒരു അൺആക്സെപ്റ്റബിൾ ഫീലിംഗ് അബൌട്ട് എ പേഴ്സൺ ഓർ എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ടോ നമുക്കൊരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട്. വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ്, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ഫ്രം ഇറ്റ്സ് ട്രൂ ടാർഗറ്റ് ടു അനദർ. അതിന്റെ യഥാർത്ഥ ടാർഗറ്റിൽ നിന്ന് വേറൊരു ടാർഗറ്റിലോട്ട്, അനദർ ടാർഗറ്റ് എഗെയിൻസ്റ്റ് വിച്ച് they can be more safely prevented. അഥവാ നമ്മളത് ട്രൂ ടാർഗറ്റിൽ നിന്ന് മാറി അത് വേറൊരു ടാർഗറ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അഥവാ ട്രാൻസ്ഫർ ഓഫ് ആൻ ഇമോഷൻ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഒബ്ജക്ട് ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ഒബ്ജക്ട്. ഒറിജിനൽ ഒബ്ജക്റ്റിൽ നിന്ന് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ഒബ്ജക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഓഫീസിൽ ബോസുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മളുടെ പ്രിൻസിപ്പൾ ആവാം അല്ലെങ്കിൽ നമ്മുടെ അധികാരികളാവാം. അവരായിട്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്, ബോസ് നമ്മളെ ഷൗട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മളുടെ സൂപ്പർവൈസർ നമ്മളെ ഷൗട്ട് ചെയ്തു. അത് സ്വാഭാവികമായിട്ടും അവിടെ ആ സൂപ്പർവൈസറായിട്ട് നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മൾ ഒന്നുകൂടെ സേഫ് ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ സ്പൗസിനോട് നമ്മൾ ഷൗട്ട് ചെയ്യുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. അഥവാ ഡിസ്പ്ലേസിങ് the emotion from its original object to substitute object. That is displacement. Displacing the emotion from its original object to substitute object. That is displacement. Then another ഒരു question. Defense mechanism that shift a sexual or aggressive impulses to a more acceptable or less threatening target is a defense mechanism
that shift sexual or aggressive impulses to a more acceptable or less threatening target is. ഏതായിരിക്കാം? ഡിസോസിയേഷൻ ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, റിയാക്ഷൻ ഫോർമേഷൻ ആണോ, റാഷണലൈസേഷൻ ആണോ? ഏതാണ് ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഷിഫ്റ്റ് sexual or aggressive impulses to a more acceptable or less threatening target? Dissociation, displacement, reaction formation, rationalization. Answer is displacement. Okay. Answer displacement ആണ്, B ആണ്. Okay. Then comes defense mechanism. Another one is sublimation. It is a process of channeling frustrated sexual energy into substitutive activities. Individual redirect the unacceptable desire or activities into socially desirable channels. Individual ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ചാനലിംഗ് ഫ്രസ്ട്രേറ്റഡ് സെക്ഷൽ എനർജി ഇൻ ടു എ സബ്സ്റ്റിറ്റ്യൂട്ടീവ് ആക്ടിവിറ്റി. സബ്സ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സെക്ഷൽ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യാണ്. ഇൻഡിവിജ്വൽ ഇവിടെ റീഡയറക്റ്റിംഗ് ദ അൺആക്സെപ്റ്റബിൾ ഡിസയർ, അഥവാ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, ഡിസയേഴ്സിനെ അല്ലെങ്കിൽ ആക്ടിവിറ്റികളെ സോഷ്യലി ഡിസയറബിൾ ആയിട്ടുള്ള ചാനലിലോട്ട് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അഗ്രസീവ്നെസ് മൈറ്റ് ബി ട്രാൻസ്ഫോംഡ് to a competitiveness in business or sports. അഥവാ ഇൻഡിവിജ്വൽ നമുക്കിവിടെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഥവാ സബ്ലിമേഷൻ, ഇൻഡിവിജ്വലിന് അഗ്രസീവ് ആയിട്ട് ദേഷ്യം ഉണ്ടാവും, അതിനെ ബോക്സിങ് അല്ലെങ്കിൽ റീഡിങ്ങിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ പ്ലേയിങ് ഗിത്താറിലോട്ട്. അഥവാ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സെക്ഷൽ എനർജി എന്നുള്ളത് പലപ്പോഴും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ലിബിഡിനൽ എനർജി അല്ലെങ്കിൽ സെക്ഷൽ എനർജി ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ തിയറികൾ മുഴുവൻ പോവുക. അതുകൊണ്ടാണ് ഇവിടെ സെക്ഷൽ എനർജി ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയ ഒരു ഉദാഹരണം, റീഡയറക്റ്റിംഗ് ദ അൺആക്സെപ്റ്റബിൾ ഡിസയർ ഓർ ആക്ടിവിറ്റി. ഇൻഡിവിജ്വലിന്റെ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസയർ അല്ല ആഗ്രഹമാവാം അല്ലെങ്കിൽ ആക്ടിവിറ്റി ആവാം, അതിനെ സോഷ്യലി ഡിസയറബിൾ ചാനലിലൂടെ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അതാണ് സബ്ലിമേഷൻ. അഥവാ ഇവിടെ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിന്റെ ദേഷ്യം അല്ലെങ്കിൽ അഗ്രസീവ് ദേഷ്യത്തെ എന്ത് ചെയ്യാണ്, അത് ട്രാൻസ്ഫർ ചെയ്യാണ്. എങ്ങനെ? കോമ്പറ്റേറ്റീവ്നെസ് ഇൻ ബിസിനസ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ കോമ്പറ്റേറ്റീവ് എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സിൽ കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലാവാം, ഇവിടെ ബോക്സിങ്ങിലാവാം, അല്ലെങ്കിൽ റീഡിങ്ങിലാവാം, അല്ലെങ്കിൽ പ്ലേയിങ് ഗിത്താർ ആവാം. നമ്മളുടെ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസയർ ആയിട്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റികളെ സോഷ്യലി ഡിസയറബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ചാനലിലോട് നമ്മൾ ചാനലൈസ് ചെയ്യുന്നതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിനയൽ ഓഫ് റിയാലിറ്റി, അനദർ കൺസെപ്റ്റ് ആണ് ഡിഫൻസ് മെക്കാനിസം. ഡിനയൽ ഓഫ് റിയാലിറ്റി, റിയാലിറ്റിയെ ഡിനൈ ചെയ്യാം. അഥവാ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രിമിറ്റീവ് ഓഫ് ആൾ സെൽഫ് ഡിഫൻസ്. എല്ലാ സെൽഫ് ഡിഫൻസ് മെക്കാനിസത്തിലും ഏറ്റവും സിംപ്ലസ്റ്റും അതുപോലെ തന്നെ മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഡിനയൽ ഓഫ് റിയാലിറ്റി. അഥവാ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ആക്സെപ്റ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഡിസ്റ്റർബിങ്. ഇൻഡിവിജ്വലിന് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, എക്സിസ്റ്റൻസ് ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഡിസ്റ്റർബിങ്. ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ആക്സെപ്റ്റ്, ഇൻഡിവിജ്വൽ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യൂല എന്തിനെ, ദ എക്സിസ്റ്റൻസ് ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഡിസ്റ്റർബിങ്. എനിക്ക് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, അതിന്റെ എക്സിസ്റ്റൻസിനെ ഞാൻ എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യൂല. ടു പ്രൊട്ടക്ട് self from unpleasant reality by the refusal to accept or perceive or face or address. ഇവിടെ നിങ്ങൾക്ക് ഒരു ഒട്ടകപ്പക്ഷിയുടെ ഒരു അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഈ നമുക്കറിയാം ഇവിടെ ചുറ്റുഭാഗം ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഇല്ല എന്ന് സ്വയം വരുത്തുന്നതിന് വേണ്ടി തലയിൽ പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആ ഒരു നേച്ചർ, ഡിനയൽ ഓഫ് റിയാലിറ്റി. ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ആക്സെപ്റ്റ്, ഇൻഡിവിജ്വൽ വിൽ നോട്ട് ആക്സെപ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഡിസ്റ്റർബ്. ഇൻഡിവിജ്വലിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് ആണ് എന്ന് ഇൻഡിവിജ്വൽ അക്സെപ്റ്റ് ചെയ്യാത്ത ഒന്നിനെയാണ് ഡിനയൽ ഓഫ് റിയാലിറ്റി, റിയാലിറ്റിയെ ഡിനൈ ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ കം സപ്രഷൻ, അനദർ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഈസ് സപ്രഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈഗോ കോൺഷ്യസ്ലി പ്രിവെന്റ്. ഇവിടെ നമ്മൾ പോയിന്റ് നോക്കേണ്ടതാണ് കോൺഷ്യസ്ലി. ഈഗോ കോൺഷ്യസ്ലി പ്രിവെന്റ് unacceptable desires from entering the conscious mind. ഇൻഡിവിജ്വല് കോൺഷ്യസ് ആയിട്ട് കോൺഷ്യസ്ലി പ്രിവെന്റ് ചെയ്യാണ്
അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസൈർ, ഇൻഡിവിജ്വലിന്റെ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസയേഴ്സിനെ കോൺഷ്യസ്ലി പ്രിവെന്റ് ചെയ്യുന്നു ഫ്രം എൻറ്ററിങ് ദ കോൺഷ്യസ് മൈൻഡ്. ഇൻഡിവിജ്വലിന്റെ കോൺഷ്യസ് മൈൻഡിലോട്ട് എൻട്രി ചെയ്യുന്നതിനെ കോൺഷ്യസ് ആയിട്ട് തന്നെ പ്രിവെന്റ് ചെയ്യുന്നതിനെയാണ് സപ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എ ഗേൾ madly in love with a guy find another affair of her lover and consciously try to forget all about that relationship. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുമായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തിലാണ്. ആ സമയത്താണ് മറ്റ് പാർട്ട്ണർക്ക് വേറൊരു ലവർ ഉണ്ട് എന്ന് അയാൾ മനസ്സിലാക്കുകയാണ്, ആ കുട്ടിയെ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും, ആ കൊച്ചെന്ത് ചെയ്യും, കോൺഷ്യസ്ലി തന്നെ ബോധപൂർവം തന്നെ ആ റിലേഷൻഷിപ്പിനെ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് സപ്രഷൻ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമാണ്, നമുക്ക് വല്ലാതെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ 10 മുതൽ താഴോട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം കുറയുന്ന നമ്മളെപ്പോഴും പറയുന്ന ഒരു കുട്ടികളോടൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് തന്നെയാണ് സപ്രഷന്റെ ഏറ്റവും നല്ല ഉദാഹരണം. അഥവാ ഇവിടെ കോൺഷ്യസ് ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ടു കൺട്രോൾ ദർ ആങ്കർ. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതാണ്, അത് കോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സപ്രഷൻ. ഓക്കെ, ദെൻ നെഗറ്റീവിസം, അനദർ ഡിഫൻസ് മെക്കാനിസം ആണ് നെഗറ്റീവിസം. ഇറ്റ് ഇസ് ആൻ ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഓപ്പറേറ്റിംഗ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്, കോൺഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ആയോ ഉപയോഗിക്കുന്ന ഒരു പാസീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് നെഗറ്റീവിസം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. A student having been unsuccessful in an examination will quarrel with anyone who tried to advise him. ഒരു കുട്ടി എക്സാമില് തോറ്റു, സ്വാഭാവികമാണ്, ഫെയിലായി കഴിഞ്ഞ് ആ സമയത്ത് ഇൻഡിവിജ്വൽ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യുന്ന എല്ലാവരെയും എന്ത് ചെയ്യുക, ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരു ഇതാണ് നെഗറ്റീവിസം എന്ന്. അത് ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ പാസീവായിട്ടോ ഉള്ള റെസിസ്റ്റൻസ് ആണ്. ഓപ്പറേറ്റിംഗ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്, ഇത് കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ്ലി ഒക്കെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ തിങ്സ്, അതാണ് നെഗറ്റീവിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മീൻസ് ഫിക്സേഷൻ. എന്താണ് ഫിക്സേഷൻ? ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന ഒന്നാണ് ഫിക്സേഷൻ. ഇവിടെ വൺ അറസ്റ്റ് ഹിസ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓൺ എ ചൈൽഡ്ഹുഡ് ഓർ അഡോളസന്റ് ലെവൽ. ഇവിടെ ക്ലയന്റ് ഇൻഡിവിജ്വല് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എവിടെ? അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അഡോളസന്റ് ലെവലിലോ എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ മെയിൻറ്റെയിൻ എ പെർസിസ്റ്റന്റ് നോൺ അഡ്ജസ്റ്റീവ് റിയാക്ഷൻ ഈവൻ ദോ all clues indicate that the behavior will not cope up with the problems. ഇവിടെ ഇൻഡിവിജ്വൽ മെയിൻറ്റെയിൻ എ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള നോൺ അഡ്ജസ്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഉണ്ടാവുക. ഈവൻ ദോ ആൾ ദ ക്യൂസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ബിഹേവിയർ വിൽ നോട്ട് കോപ്പ് അപ്പ് വിത്ത് ആ പ്രോബ്ലത്തിനായിട്ട് കോപ്പ് അപ്പ് ചെയ്യാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ആ ബിഹേവിയേഴ്സ് കോപ്പ് അപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡ്ജസ്റ്റന്റ് റിയാക്ഷൻസ് പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അഥവാ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു, അൺമാരീഡ് ആയിട്ടുള്ള മിഡിൽ ഏജ്ഡ് മാൻ സ്റ്റിൽ ഡിപ്പെൻഡ് ഓൺ ഹിസ് മദർ ടു പ്രൊവൈഡ് ഹിം വിത്ത് ഹിസ് ബേസിക്. അദ്ദേഹത്തിന്റെ ഒരു കല്യാണമൊന്നും കഴിയാത്ത ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ അമ്മയെ ഡിപ്പെൻഡ് ചെയ്യാണ് എന്തിന്? ബേസിക് നീഡ്സിന്. ഇവിടെ ഇതെന്താണ്? ഇത് ഇൻഡിവിജ്വൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അഡോളസന്റ് ലെവലോ ഫിക്സ് ചെയ്യപ്പെടുന്നതാണ്. നമുക്കറിയാം, ഒരു ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അഡോളസന്റ് പീരിയഡിലോ ഒക്കെ അദ്ദേഹത്തിന്റെ നീഡ്സ് പലപ്പോഴും അവരുടെ പാരന്റിങ് ഫിഗേഴ്സ് ആയിരിക്കും മീറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ ഇൻഡിവിജ്വൽ ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൽ നിന്ന് ഇൻഡിവിജ്വലിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് അവിടെ നടന്നിട്ടില്ല. അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് ഫിക്സേഷൻ. അത് ആ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഏതെങ്കിലും ഒരു ഓറൽ സ്റ്റേജിലാവാം അല്ലെങ്കിൽ ആനൽ സ്റ്റേജിലാവാം. നമുക്ക് എന്താണ് ഡെവലപ്മെന്റൽ തിയറി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റൽ തിയറിയിൽ പറയുന്ന ഓറൽ ആനൽ സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ ആയിരിക്കാം ഇൻഡിവിജ്വൽ ഫിക്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഫിക്സ്. ഇത് പലപ്പോഴും സൈക്കോ അനലിറ്റിക്കൽ തിയറി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കൊണ്ടുവന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നത്. ഫിക്സേഷൻ അഥവാ ഇമോഷണൽ ഡെവലപ്മെന്റ് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അഡോളസന്റ് പീരിയഡിലോ, അതാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് വിത്ഡ്രോവൽ. അതിനൊരു ഡിഫൻസ് മെക്കാനിസം ആണ് വിത്ഡ്രോവൽ അഥവാ വിത്ഡ്രോ. നമുക്കറിയാം, വിത്ഡ്രോവൽ ഫ്രം ദ സീൻ കോസിങ് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, കോൺഫ്ലിക്റ്റ്. ഫിസിക്കലിയോ അല്ലെങ്കിൽ സൈക്കോളജിക്കലിയോ ഇൻഡിവിജ്വലിന് ഫ്രസ്ട്രേഷൻസോ ആങ്സൈറ്റിയോ കോൺഫ്ലിക്റ്റോ ഒക്കെ ഉണ്ടാകുന്ന ആ സ്റ്റേജിൽ നിന്ന്, ആ സീനിൽ നിന്ന് സ്വയം വിത്ഡ്രോ ചെയ്യുന്ന പ്രോസസ്സാണ്
വിഡ്രോവൽ എന്ന് പറയും. ഈ വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം തന്നെ വീണ്ടും ഡിഫറെന്റ് ഫോംസിലുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഫാന്റസി, റിഗ്രഷൻ, റിപ്രഷൻ, ഫ്ലൈറ്റ്. ഇതെല്ലാം തന്നെ ഓരോ ഡിഫറെന്റ് ഫോംസ് ഓഫ് വിഡ്രോവൽ ആണ്. അഥവാ ഫാന്റസി, റിഗ്രഷൻ, റിപ്രഷൻ, ഫ്ലൈറ്റ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാന്റസി. എന്താണ് ഫാന്റസി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇറ്റ്സ് എ ആക്ട് ഓഫ് ഡേ ഡ്രീമിങ്. ഡേ ഡ്രീമിംഗ് ആണ്. അതർ ഫോംസ് ഓഫ് ഇമാജിനേറ്റീവ് ആക്ടിവിറ്റി ആണ്, വിച്ച് പ്രൊവൈഡ് വൺ വിത്ത് മീൻസ് ടു എസ്കേപ്പ് ഫ്രം ദ റിയാലിറ്റി ആൻഡ് ഇമാജിൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ ഇൻഡിവിജ്വലിന് റിയാലിറ്റിയിൽ നിന്ന് ടു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി, എസ്കേപ്പ് ഫ്രം ദ റിയാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാവാം. ആൻഡ് ഇമാജിൻ അല്ലെങ്കിൽ ഒരു ഇമാജിൻഡ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാവാം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡേ ഡ്രീമിംഗ് അല്ലെങ്കിൽ ഫോം ഓഫ് ഇമാജിനേറ്റീവ് ആക്ടിവിറ്റിയാണ് ഫാന്റസി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സസീവ് ഫാന്റസി ഫോർ എ പേഴ്സൺസ് ഏജ് ആൻഡ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ഡേഞ്ചർ സിഗ്നൽ ഓഫ് പേഴ്സണാലിറ്റി ഡെഫിഷ്യൻസി. അഥവാ ഇൻഡിവിജ്വലിന്റെ ഏജിന് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഏജിനോ അനുസരിച്ച് എക്സസീവ് ആയിട്ടുള്ള ഫാന്റസി ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് എ ഡേഞ്ചർ ഓഫ് സിഗ്നൽ ഓഫ് പേഴ്സണാലിറ്റി ഡെഫിഷ്യൻസിയുടെ ഒരു ഡേഞ്ചർ സിഗ്നൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫാന്റസി, എക്സസീവ് ആയിട്ടുള്ള ഡേ ഡ്രീമിംഗ് അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആക്ടിവിറ്റിയാണ് ഫാന്റസി എന്ന് പറയുന്നത്. ഇത് പേഴ്സൺ ഹു സ്പെൻഡ് മച്ച് ഓഫ് ഹിസ് ടൈം ഇൻ ദ വേൾഡ് ഓഫ് ഫാന്റസി നെഗ്ലക്ട് ഹിസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഈ തലത്തിലോട്ട് പോകുമ്പോഴാണ് ഈ ഡിഫൻസ് മെക്കാനിസം ബുദ്ധിമുട്ട് ആകുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ ഫാന്റസി, പേഴ്സൺ സ്പെൻഡിങ് മച്ച് ഓഫ് ഹിസ് ടൈം ഇൻ ദ ഫാന്റസി വേൾഡ്. അത് പലപ്പോഴും ഒരു നല്ലൊരു മെക്കാനിസം അല്ല എന്നുള്ളതാണ്, ഒരു പത്തോളജിക്കൽ ആണ് പലപ്പോഴും. പിന്നെ വിഡ്രോവലിന്റെ വേറെ ഡേ ഡ്രീമിംഗ്. ഡേ ഡ്രീമിംഗ് തന്നെ ഇറ്റ് ഇസ് എ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഫോം ഓഫ് ഫാന്റസി ആണ് ഡേ ഡ്രീമിംഗ്. കോമൺ ഫോം ഓഫ് ഫാന്റസി ആണ് ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അത് ഒരു ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് വിഡ്രോവൽ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് വേ ഓഫ് എസ്കേപ്പിംഗ് ഫ്രം ദ റിയൽ ലൈഫ് പ്രോബ്ലം. റിയൽ ലൈഫ് പ്രോബ്ലംസിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു എസ്കേപ്പിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേയും കൂടിയാണ് ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്പാണ് ഡേ ഡ്രീമിംഗ്. കോൺകറിങ് ഹീറോ, സഫറിങ് ഹീറോ എന്നുള്ള 2 ടൈപ്പിൽ ഡേ ഡ്രീമിംഗ് വരാറുണ്ട്. അതിലൊന്ന് കോൺകറിങ് ഹീറോ, സീയിങ് ഹിംസെൽഫ് ആസ് എ ഫാർ മോർ ഇമ്പോർട്ടന്റ് പേഴ്സൺ ദാൻ ഹി റിയലി ഈസ്. അഥവാ നമ്മളെ തന്നെ വലിയൊരാളായിട്ട് നമ്മൾ കാണാം, അല്ലെങ്കിൽ സീയിങ് ഹിംസെൽഫ് ആസ് ഫാർ മോർ ഇമ്പോർട്ടന്റ് പേഴ്സൺ ദാൻ ഹി റിയലി ഈസ്. അതായത് നമുക്ക് തന്നെ ഒരു വലിയ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ്, പക്ഷെ ഞാൻ തന്നെ വലിയൊരു നേതാവായിട്ടൊക്കെ ഞാൻ തന്നെ സ്വയം കാണുന്ന ആ ഒരു സ്റ്റേജാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു സാധാരണ ഒരു റിയലി അദ്ദേഹം എങ്ങനെയാണോ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം സ്വയം പ്രതിഷ്ഠിക്കുന്ന അല്ലെങ്കിൽ സ്വയം ഡ്രീം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കോൺകറിങ് ഹീറോ എന്ന് പറയുന്നത്. ദെൻ സഫറിങ് ഹീറോ എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഉണ്ട്. അതിൽ വരുന്നത് ഹി അറൈവ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ സെൽഫ് പിറ്റി, അഥവാ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സെൽഫ് പിറ്റിയിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നേടുന്ന ആ ഒരു പ്രോസസ്സാണ് സഫറിങ് ഹീറോ. അങ്ങനെ 2 ടൈപ്പ്, കോൺകറിങ് ഹീറോ ആൻഡ് സഫറിങ് ഹീറോ. ഡേ ഡ്രീമിങ്ങിന്റെ 2 ടൈപ്പാണ്. ഇനി അനദർ ഫോം ഓഫ് വിഡ്രോവൽ ആണ് റിഗ്രഷൻ. നമ്മൾ പറഞ്ഞിരുന്നു, അനദർ ഫോം ഓഫ് വിഡ്രോവൽ ആണ് റിഗ്രഷൻ. ഇമ്മച്വർ വേ ഓഫ് റെസ്പോണ്ടിങ് ടു എ സ്ട്രെസ്. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു ഇമ്മച്വർ ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയാണ് ഇമ്മച്വർ വേ ഓഫ് റെസ്പോണ്ടിങ് ടു എ സ്ട്രെസ്. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. വൺ റിട്ടേൺ ടു എ ലെസ് മെച്വർ ബിഹേവിയർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഫേസ് ഫ്രസ്ട്രേഷൻ. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനായിട്ട് ഇൻഡിവിജ്വൽ ഇമ്മച്വർ ആയിട്ട്, അഥവാ നമ്മൾ ഉദാഹരണത്തിന് ഒരു അഡോളസെന്റ് അല്ലെങ്കിൽ അഡൾട്ട് പീരീഡിലുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്ട്രെസ് വരുന്ന സമയത്ത് എന്താണ് അറിയാതെ മൂത്രം പോവുക, അല്ലെങ്കിൽ അറിയാതെ അങ്ങോട്ട് മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ ഡ്രസ്സിലോ ഇതിലൊക്കെ മൂത്രമൊഴിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പറയാം ഇമ്മച്വർ വേ ഓഫ് റെസ്പോണ്ടിങ് ആണ്. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഫേസ് ചെയ്യാൻ കഴിയാതെ പൊട്ടിക്കരയുക, അങ്ങനെയുള്ളതൊക്കെ പലപ്പോഴും ഒരു റിഗ്രഷൻ അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റിലോട്ട് റിട്ടേൺ ടു എ ലെസ് മെച്യൂർ ബിഹേവിയറിലോട്ട് ഇൻഡിവിജ്വൽ റിട്ടേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ആ ഫ്രസ്ട്രേഷനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഒളിച്ചോടുന്ന അല്ലെങ്കിൽ ഇമ്മച്യൂർ ആയിട്ടുള്ള രീതിയിൽ അതിനെ ബിഹേവ് ചെയ്യാം. നമുക്കറിയാം ഓരോ സ്റ്റേജിലും ഇൻഡിവിജ്വലിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇൻഡിവിജ്വൽ റെസ്പോണ്ട് ചെയ്യേണ്ടുന്ന ഒരു മെച്യൂർഡ് ബിഹേവിയർ ആണ്. അത് ഇല്ലാതെ ലെസ് മെച്യൂർഡ് ആയിട്ടുള്ള വേയിൽ ഇൻഡിവിജ്വൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇത്
നമ്മൾ അനദർ ഫോം ഓഫ് വിഡ്രോവൽ ആണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഇൻവോളണ്ടറിലി ഫോർഗെറ്റിംഗ് അബൌട്ട് അൺആക്സെപ്റ്റബിൾ ഐഡിയാസ് ഓർ ഇമ്പൾസ് ഓർ ഇവന്റ്സ്, അഥവാ ഇൻവോളണ്ടറിലി തന്നെ നമ്മൾ ഫോർഗെറ്റ് ചെയ്യാണ് അബൌട്ട് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഐഡിയാസോ അല്ലെങ്കിൽ ഇമ്പൾസോ ഓർ ഇവന്റിനെയോ. ഇറ്റ് ഇസ് ആൻ ആക്ട് ഓഫ് കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് അൺകോൺഷ്യസ് ഇമ്പൾസ് ഓർ എക്സ്പീരിയൻസ് ആൻഡ് ഓഫ് ഫീലിംഗ് സൈക്കോളജിക്കലി ഡിസ്റ്റർബിംഗ് ഫ്രം എൻട്രിങ് ദ കോൺഷ്യസ്. അഥവാ ഇൻഡിവിജ്വൽ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു സപ്രഷൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ അൺകോൺഷ്യസ്ലി. ഇവിടെ കോൺഷ്യസ്ലി ആണെങ്കിൽ ഇവിടെ അൺകോൺഷ്യസ്ലി ആണ് കാര്യങ്ങൾ നീങ്ങുക. അഥവാ അൺകോൺഷ്യസ് ആയിട്ട് ഇമ്പൾസസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാണ്. കോൺഷ്യസ് മൈൻഡിലോട്ട് വരാതെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇൻവോളണ്ടറിലി ഫോർഗെറ്റിംഗ് അബൌട്ട് അൺആക്സെപ്റ്റബിൾ ഐഡിയാസ്, ഇമ്പൾസ് ഓർ ഇവന്റ്. ഇതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഒന്ന് കോൺഷ്യസ്ലി നടക്കുന്ന പ്രോസസ്സാണ് സപ്രഷൻ എങ്കിൽ അൺകോൺഷ്യസ്ലി നടക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് റിപ്രഷൻ എന്ന് പറയുന്നത്. വിഡ്രോവലിന്റെ ഒരു ഉദാഹരണമാണ്. ദെൻ കംസ് ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് നമുക്കറിയാം ഇറ്റ് ഇസ് എൻ എക്സ്ട്രീം ഫോം ഓഫ് വിഡ്രോവൽ. വിഡ്രോവൽ ഏറ്റവും എക്സ്ട്രീം ഫോം ആണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും? ലീവ് ദ ഫിസിക്കലി ഫ്രം ദ ഫീൽഡ് ഓഫ് കോസിംഗ് ഫ്രസ്ട്രേഷൻ. അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ആ ഫീൽഡ് ഇൻഡിവിജ്വൽ ഫിസിക്കലി ഒഴിവാക്കും, ലീവ് ചെയ്യും. അതിനെയാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ലീവ് ദ പ്ലേസ് വിത്ത് ദോസ് കോസിംഗ് ഫ്രസ്ട്രേഷൻ എന്നുള്ളതാണ്. ആൻ എംപ്ലോയി മേ ലീവ് ദ ജോബ് വിച്ച് ഈസ് ഫ്രസ്ട്രേറ്റിംഗ്. ഒരു വല്ലാതെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ജോബ്, ആ ജോബ് ഇൻഡിവിജ്വൽ സ്വയം തന്നെ ലീവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് വിഡ്രോവൽ, ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അനദർ ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മൾ വിഡ്രോവൽ കഴിഞ്ഞു, വിഡ്രോവലിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസും പറഞ്ഞു. ദെൻ കോംപ്രമൈസ്. കോംപ്രമൈസ് എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ കനോട്ട് ബി റെഡ്യൂസ്ഡ് ബൈ അഗ്രഷൻ ഓർ വിഡ്രോവൽ. വിഡ്രോവൽ കൊണ്ടോ അഗ്രഷൻ കൊണ്ടോ നമുക്ക് ആ ഫ്രസ്ട്രേഷനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. സോ ഇൻഡിവിജ്വൽ ട്രൈ ടു മേക്ക് കോംപ്രമൈസ് വിത്ത് ദ സിറ്റുവേഷൻ. അപ്പൊ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും? ആ ലൈഫ് സിറ്റുവേഷനായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. വിച്ച് ഈസ് റിലേറ്റീവ്ലി സാറ്റിസ്ഫാക്ടറി. ഒരു റിലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫാക്ടറി അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ആണ് എന്താ കോംപ്രമൈസ് എന്ന് പറയുന്നത്. അഥവാ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ അഗ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ വിഡ്രോവൽ കൊണ്ടോ ഇൻഡിവിജ്വലിന് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ആ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും? ആ പെർട്ടിക്കുലർ സിറ്റുവേഷനായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആ കോംപ്രമൈസ് ചെയ്യുന്ന ആ വിഡ്രോവൽ കോംപ്രമൈസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം തന്നെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ഒന്നാണ് ഐഡന്റിഫിക്കേഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഐഡന്റിഫിക്കേഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ. അതിൽ ഒന്നാണ് ഐഡന്റിഫിക്കേഷൻ. ഇവിടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സൺ ഇൻക്രീസസ് ഹിസ് ഫീലിംഗ് ഓഫ് വർത്ത് affiliating himself with another person or institution of illustrious standing. വേറെ ഒന്നും കൂടി പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഫീൽസ് ദ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇൻ ദ സക്സസ് ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് അതർ പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്. അഥവാ ഇൻഡിവിജ്വലിന് ഇൻക്രീസിങ് ഹിസ് ഫീലിംഗ് ഓഫ്, ഇൻഡിവിജ്വലിന്റെ ഒരു ഫീലിംഗ് ഓഫ് വർത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എങ്ങനെ? അഫിലിയേറ്റിംഗ് ഹിംസെൽഫ് വിത്ത് അനദർ പേഴ്സൺ. അദ്ദേഹത്തെ അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം വിത്ത് അനദർ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇല്ലസ്ട്രിയസ് സ്റ്റാൻഡ്. അഥവാ വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ ഇൻഡിവിജ്വൽ സ്വയം ഹിംസെൽഫ് അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിന്റെ ഫീലിംഗ് ഓഫ് വർത്ത് അല്ലെങ്കിൽ അയാളുടെ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ സ്വയം ശ്രമിക്കുന്ന പ്രോസസ്സാണ്. അഥവാ ഇവിടെ താഴെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഫീൽസ് ദ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യും? ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എങ്ങനെ? ഇൻ ദ സക്സസ് ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് അതർ പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്. അഥവാ ബാക്കിയുള്ള ഗ്രൂപ്പോ അല്ലെങ്കിൽ ആളുകളുടെ സക്സസിലോ അച്ചീവ്മെന്റിലോ ഇൻഡിവിജ്വലിന് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയാണ്. എങ്ങനെ? അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുമ്പോൾ. ഉദാഹരണത്തിന് നിങ്ങൾ പഠിച്ച നിങ്ങളുടെ കോളേജിൽ വളരെ ഉന്നത സ്ഥാനത്ത് എത്തിയ ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ വളരെ എന്താണ് ഒരു ജീവിതത്തിൽ തന്നെ വളരെ വലിയൊരു അച്ചീവ്മെന്റ് നേടിയ ഒരു വ്യക്തിയുണ്ട്.
അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ, അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവര് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എന്റെ കൂടെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച അതേ കോളേജിലായിരുന്നു അവർ പഠിച്ചിരുന്നത് എന്നൊക്കെ പറയുന്ന അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു അഫിലിയേറ്റ് ആ വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ നമ്മൾ അഫിലിയേറ്റ് ചെയ്തിട്ട് ഒരു ഫീലിംഗ് ഓഫ് വർത്ത് അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് അതൊരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ കോംപ്രമൈസ്, അല്ലെങ്കിൽ കോംപ്രമൈസിൽ വരുന്ന ഒരു ഉദാഹരണമാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞ പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്രൊജക്ട് ഹിംസെൽഫ്, ഇൻഡിവിജ്വൽ സ്വയം പ്രൊജക്ട് ചെയ്യുക. ഇൻഡിവിജ്വൽ പ്രൊജക്ട് ഹിംസെൽഫ് ഫ്രം അവയർനെസ് ഓഫ് ഹിസ് ഓൺ അൺഡിസൈറബിൾ ട്രൈറ്റ് ഓർ അൺആക്സെപ്റ്റബിൾ ഫീലിംഗ് ബൈ അട്രിബ്യൂട്ടിംഗ് ദം ടു അതേഴ്സ്. അഥവാ ഇൻഡിവിജ്വൽ പ്രൊജക്ടിങ് ഹിംസെൽഫ്, സ്വന്തം തലത്തിൽ തന്നെ പ്രൊജക്ട് ചെയ്യാണ്. എങ്ങനെ? അവയർനെസ് ഓഫ് ഹിസ് ഓൺ സ്വന്തം ഉള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള ട്രൈറ്റുകളോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അൺആക്സെപ്റ്റബിൾ ആയ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അത് ബാക്കിയുള്ളവരിലോട്ട് അട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽ പ്രൊജക്ട് ചെയ്യുന്നതിനാണ് പ്രൊജക്ഷൻ. ഇൻഡിവിജ്വൽ പ്രൊജക്ട് ഹിംസെൽഫ് ഫ്രം അവയർനെസ് ഓഫ് ഹിസ് ഓൺ അൺഡിസൈറബിൾ ട്രൈറ്റ്സ് ഓർ അൺആക്സെപ്റ്റബിൾ ഫീലിംഗ് ബൈ അട്രിബ്യൂട്ടിംഗ് ദം ടു അതേഴ്സ് എന്നുള്ളതാണ് പ്രൊജക്ഷൻ. അഥവാ നമ്മൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി ബ്ലെയിം ചെയ്യാണ് സ്വന്തം ഒരു പലപ്പോഴും എന്താണ് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പേഴ്സൺ ഹു ബ്ലെയിം അനദർ ഫോർ ഹിസ് ഓൺ മിസ്റ്റേക്ക് ഈസ് യൂസിങ് ദ പ്രൊജക്ഷൻ മെക്കാനിസം. അഥവാ എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു മിസ്റ്റേക്കിന് ഞാൻ മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് പ്രൊജക്ഷൻ. അഥവാ ഇൻഡിവിജ്വൽ പ്രൊജക്ട് ഹിംസെൽഫ് ഫ്രോം awareness of his own undesirable trait or unacceptable feeling by attributing them to others. And a person who blame another for his own mistake is using the projection mechanism. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then comes rationalization. Rationalizationൽ individual try to justify his inconsistent or undesirable behavior അല്ലെങ്കിൽ ബിലീഫ്, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻസ് by providing acceptable explanation from them. അഥവാ സിംപ്ലി ഫൈൻഡിങ് എ ലോജിക്കൽ റീസൺ ഫോർ ദി തിങ്സ് വൺ വാണ്ട് ടു ഡു. ഒരു റാഷണലൈസ് ചെയ്യുക, നമ്മുടെ ജസ്റ്റിഫൈ ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇൻഡിവിജ്വൽ ട്രൈ ടു ജസ്റ്റിഫൈ ഹിസ് ഇൻകൺസിസ്റ്റന്റ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ ജസ്റ്റിഫൈ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ബിലീഫിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളെ അല്ലെങ്കിൽ ആ മോട്ടിവേഷൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ബൈ പ്രൊവൈഡിങ് ആക്സെപ്റ്റബിൾ എക്സ്പ്ലനേഷൻ ഫ്രം ദം. അഥവാ അതിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് അതിനെ ജസ്റ്റിഫൈ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തന്നെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് റിയാക്ഷൻ ഫോർമേഷൻ. അഥവാ the feeling that produces unconscious anxiety is transformed into its opposite. അഥവാ individual feelings that produces unconscious anxiety is transferred into its opposite. It is a way of preventing the awareness or expression of unacceptable desires by adopting opposite behavior. ഇവിടെ ഒരു ഉദാഹരണം നമ്മൾ രണ്ട് പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും. അഥവാ ഒരു വ്യക്തിക്ക് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവിടെ ഒരു ഇൻഡിവിജ്വലിന് ആ പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഫീലിംഗ് എന്ന് പറയുന്നത്. ആ പെൺകുട്ടിയെ വ്യക്തിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കില്ല. അതിന് പകരം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതാ ലവിന് പകരം അവിടെ ഒരു പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തായിരിക്കും? ആങ്കർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെയ്റ്റ് ആയിരിക്കാം. അതാണ് ഫീലിംഗ് ദാറ്റ് പ്രൊഡ്യൂസ് അൺകോൺഷ്യസ് ആങ്സൈറ്റി. പലപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇൻടു ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിവെന്റിംഗ് ദ അവയർനെസ് ഓർ എക്സ്പ്രഷൻ ഓഫ് അൺആക്സെപ്റ്റബിൾ ഡിസയർ ബൈ അഡോപ്റ്റിംഗ് ഓപ്പോസിറ്റ് ബിഹേവിയർ. അഥവാ ഇവിടെ ആ പെൺകുട്ടിയെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, പക്ഷെ അത് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പക്ഷെ എങ്ങനെയായിരിക്കും? ദേഷ്യപ്പെട്ടിട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആങ്കറോ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊണ്ടോ ഒക്കെ ആയിരിക്കും അത് പ്രകടിപ്പിച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എക്സ്പ്രസ്. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അനദർ ഒരു ക്വസ്റ്റ്യൻ. ഇമ്പോസിങ് വൺസ് ഓൺ വീക്ക്നെസ് ടു അതേഴ്സ് ഈസ് എ ഡിഫെൻസ് മെക്കാനിസം ഈസ് നോൺ ആസ്. ഇമ്പോസിങ് one's own weakness to others is a defense mechanism known as displacement, suppression, projection, compensation. ഏതായിരിക്കും? Imposing one's own weakness to others is a defense mechanism known as displacement, suppression, projection,
കോമ്പൻസേഷൻ. ഇതിലേതാണ് ഈ പറയപ്പെടുന്നുള്ള ഉദാഹരണം? ഏതായിരിക്കും? ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഓക്കെ, സമയത്തിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പോവാണ്. ഉത്തരം സി ആണ്. പ്രൊജക്ഷൻ ആണ്. ഇമ്പോസിങ് വൺസ് ഓൺ വീക്ക്നെസ് ടു അതർ ഈസ് എ ഡിഫൻസ് മെക്കാനിസം, ഇസ് നോൺ ആസ് ഇത് പ്രൊജക്ഷൻ ആണ്. സ്വന്തം മിസ്റ്റേക്കുകൾ മറ്റുള്ളവരിലോട്ട് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് കോമ്പൻസേഷൻ. ഇറ്റ് മീൻസ് സംതിങ് ഗിവൺ ടു റീപ്ലേസ് എ ലോസ് ഓർ ടു മേക്ക് അപ്പ് ഫോർ എ ഡിഫക്റ്റ്. അഥവാ കോമ്പൻസേറ്റ് ചെയ്യുക. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന ഒരു ഇതാണ്. വിച്ച് റെഡ്യൂസ് ദ പേഴ്സൺസ് ഫീലിംഗ് ഓഫ് സെൽഫ് റിജക്ഷൻ. ഇവിടെ ഇൻഡിവിജ്വലിന്റെ സെൽഫ് റിജക്ഷൻ എന്നുള്ള ഫീലിംഗ് റെഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, മീൻസ് സംതിങ് ഗിവൺ ടു റീപ്ലേസ് ഓർ എ ലോസ്, ഒരു ലോസോ അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റിനെയോ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എ ബിസിനസ് മാൻ അണേബിൾ ടു അച്ചീവ് സക്സസ് ഇൻ ഹിസ് ബിസിനസ് may compensate his failure by becoming a community leader. അതാ ഒരു ബിസിനസ് മാന് അദ്ദേഹം ഒരുപാട് ബിസിനസ് ചെയ്തു, പക്ഷെ അതിൽ സക്സസ് ആയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ അദ്ദേഹം കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി ലീഡർ ആയിട്ടായിരിക്കും. അഥവാ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഉള്ള ഒരു ഡിഫോൾട്ടിനെ അല്ലെങ്കിൽ ഒരു ലോസിനെ അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റിനെ ഇൻഡിവിജ്വൽ വേറെ ഏരിയയിൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് ഇമോഷണൽ ഇൻസുലേഷൻ. അനദർ ഡിഫറൻസ് ആണ്. എ പേഴ്സൺ സ്റ്റോപ്സ് എക്സ്പീരിയൻസിങ് എനി ഇമോഷൻസ് at all, thereby remaining unaffected or unmoved by both positive and negative experience. ഒരു ഉദാഹരണത്തിന് ഇവിടെ പേഴ്സൺ സ്റ്റോപ്സ് എക്സ്പീരിയൻസിങ് എനി ഇമോഷൻ അറ്റ് ഓൾ. ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഇമോഷനും എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് എ ചൈൽഡ് സെപ്പറേറ്റഡ് ഫ്രം ഹിസ് പാരന്റ്. ഒരു ചൈൽഡ് അവരുടെ പാരന്റ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു ബിക്കോസ് ഓഫ് ലെങ്തി ഹോസ്പിറ്റലൈസേഷൻ. ഒരു ഹോസ്പിറ്റലൈസേഷൻ കാരണത്താൽ, ലെങ്തി ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ കാരണം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു പാരന്റ്സിൽ നിന്ന്. ബിക്കം ഇമോഷണലി അൺറെസ്പോൺസീവ് ആൻഡ് അപ്പതറ്റിക് ടു ഹർ പാരന്റ്സ്. അതിനുശേഷം ഇമോഷണലി ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും, അൺറെസ്പോൺസീവ് ആവാം അല്ലെങ്കിൽ അപ്പതറ്റിക് ആവാം ടു ഹർ പാരന്റ്സ്. ഇതിനെയാണ് ഇമോഷണൽ ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഒരു ഇമോഷൻസും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റിലോട്ട് പോവുക. എങ്ങനെ, ഒരു പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത കഴിയാത്ത ഒരു സ്റ്റേജിലോട്ട് പോകുന്നതിനെയാണ് ഇമോഷണൽ ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് ഇന്റലക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ എന്ന് പറയും. ഇവിടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള കൺട്രോൾ ഓഫ് ഇമോഷൻസ്, unconscious control of emotions and impulses by excessive dependence on റാഷണൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സിറ്റുവേഷൻ. അഥവാ ഇൻഡിവിജ്വലിന്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള കൺട്രോൾ, ഇമോഷൻസിന് അൺകോൺഷ്യസ് ആയിട്ടുള്ള കൺട്രോൾ ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ ഇമ്പൾസിനെയോ അൺകോൺഷ്യസ് ആയിട്ട് കൺട്രോൾ ചെയ്യാണ്. എങ്ങനെ? ബൈ എക്സസീവ് ഡിപ്പെൻഡൻസ് ഓൺ റാഷണൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനെ റാഷണലി ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സാണ് അതുണ്ട്. അഥവാ ഒരു പലപ്പോഴും ഒരു അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി, ഇൻഡിവിജ്വലിന് ഒരു സീരിയസ് ആയിട്ടുള്ള കാർ ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം ആ കാർ ആക്സിഡന്റിനെ കുറിച്ചുള്ള സീരിയസ് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഇമോഷണൽ എക്സ്പ്രഷനും ഇല്ലാത്ത ഒരു സ്റ്റേജിലോട്ട് പോകുന്നതിനെയാണ് ഇന്റലക്ച്വലൈസേഷൻ. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ റാഷണലി ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസീവ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ഓൺ റാഷണൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ കൂടുതൽ റാഷണലി ഇന്റർപ്രിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് ഓവർ കോമ്പൻസേഷൻ. അഥവാ പേഴ്സൺ കവർ അപ്പ് ഹിസ് പെർസീവ്ഡ് വീക്ക്നെസ്. അദ്ദേഹം ഒരു വീക്ക്നെസ് പെർസീവ് ചെയ്തിട്ടുണ്ട്. ബൈ എംഫസൈസിങ് എ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്. ഒരു ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് അതിനെ ആ പെർസീവ്ഡ് ആയിട്ടുള്ള വീക്ക്നെസ്സിനെ കോമ്പൻസേറ്റ് ചെയ്യുക, കവർ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മേക്കിംഗ് അപ്പ് ഓഫ് ഫ്രസ്ട്രേഷൻ ഇൻ വൺ ഏരിയ ബൈ ഓവർ ഗ്രാറ്റിഫിക്കേഷൻ ഇൻ അനദർ. അഥവാ ഇൻഡിവിജ്വലിന് ഏതെങ്കിലും ഒരു ഏരിയയിൽ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഒരു ഏരിയയിൽ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ പേഴ്സൺ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ഗ്രാറ്റിഫിക്കേഷൻ ഇൻ അനദർ, ബാക്കിയുള്ള ഏരിയയിൽ കൂടുതൽ ഗ്രാറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അഥവാ ഒരു ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ്ലി ഓവർ വെയിറ്റ് ആയിട്ടുള്ള വുമൺ, ആ സ്ത്രീ എന്ത് ചെയ്യാണ്, കൂടുതൽ ഭക്ഷണം കഴിക്കും. എങ്ങനെ? വെൻ ഷീ ഫീൽസ്
നെഗ്ലക്റ്റഡ് ബൈ ഹെർ ഹസ്ബൻഡ്. അവരെ ഹസ്ബൻഡ് അവരെ കെയർ ചെയ്യാതായിരിക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡ് അവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നെഗ്ലക്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ വളരെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്, നമുക്കറിയാം, വളരെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള വുമൺ. പക്ഷെ അവരെന്ത് ചെയ്യും, കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഓവർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും, പക്ഷെ അതിന് ബാക്കി ഒരു ഏരിയയിൽ ഓവർ ആയിട്ട് ഗ്രാറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ഓവർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് കൺവേർഷൻ, അഥവാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ആണ്, ആർ എക്സ്പ്രസ്ഡ് ആസ് എ കൺവേർട്ടഡ് ഇൻ ടു ഫിസിക്കൽ സിംറ്റം. അഥവാ ഓവർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന അതിനെ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നു, എങ്ങനെ, ഫിസിക്കൽ സിംറ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിനാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റിനെ ഇൻഡിവിജ്വൽ എക്സ്പ്രസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യും, ഇങ്ങനെ ഒരു ഫിസിക്കൽ സിംറ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ദെൻ ഇത് നമ്മൾ ഡിസോസിയേറ്റീവ് കൺവേർഷൻ ഡിസോർഡറിലൊക്കെ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉദാഹരണ സഹിതം മനസ്സിലാകും എന്താണ് അതിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ കൺവേർട്ട് ചെയ്യാണ്, അഥവാ ഇൻഡിവിജ്വൽ ഒരു ഫിസിക്കൽ സിംറ്റം ആയിട്ട്, അഥവാ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഹെഡ് ഏക്ക് ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരു കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സിംറ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിനാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഡിസോസിയേഷൻ എന്ന് പറയുന്നത് അൺകോൺഷ്യസ്ലി റിമൂവിങ് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഫ്രം കോൺഷ്യസ് മൈൻഡ്. ഇൻഡിവിജ്വലിന്റെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അൺകോൺഷ്യസ്ലി ഇൻഡിവിജ്വൽ ഈസ് റിമൂവിങ് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഫ്രം ദ കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസ്ലി റിമൂവ് ചെയ്യാണ് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസുകളെ എന്നുള്ളതാണ് ഡിസോസിയേഷനിൽ ഉണ്ടാവുന്നത്. ദെൻ അനദർ ഡിഫൻസ് മെക്കാനിസം ആണ് അൺഡൂയിങ്. എന്താ അൺഡൂയിങ്? ഇവിടെ എ പേഴ്സൺ ട്രൈങ് ടു ക്യാൻസൽ ഔട്ട് ഓർ റിമൂവ് അൻ അൺഹെൽത്തി, ഡിസ്ട്രക്റ്റീവ് ഓർ അതർവൈസ് ത്രെട്ടണിങ് തോട്ട് or action by engaging in a contrary behavior. അഥവാ ഒരു പേഴ്സൺ ക്യാൻസൽ ഔട്ട്, ഇൻഡിവിജ്വൽ ട്രൈ ടു ക്യാൻസൽ ഔട്ട് ഓർ റിമൂവ് ചെയ്യാണ് ഒരു അൺഹെൽത്തി ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു തോട്ടിനെ ഓർ ആക്ഷനെ ബൈ എൻഗേജിങ് ഇൻ എ കോൺട്രറി അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ബിഹേവിയറിലൂടെ എൻഗേജ് ചെയ്തുകൊണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആ തോട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഒരു കുട്ടി എന്തോ തെറ്റായ കാര്യം നിങ്ങളോട് ചെയ്തു, നിങ്ങളുടെ കുട്ടിയെ തെറ്റായിട്ട് എന്തോ തെറ്റ് നിങ്ങളോട് ചെയ്തു. ആ തെറ്റ് ചെയ്ത കുട്ടിക്ക് ട്രീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് കൊടുക്കുക, അതിനൊക്കെയാണ് അത് അവിടെ അൺഡൂയിങ്ങിൽ സംഭവിക്കുന്നത്. ട്രൈ ടു ഒരു അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ത്രെട്ടനിങ് ആയിട്ടുള്ള തോട്ടോ അല്ലെങ്കിൽ ആക്ഷനോ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി, പക്ഷെ അതിനെന്ത് ചെയ്യാണ്, ജസ്റ്റ് കോൺട്രറി ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ അവിടെ എൻഗേജ് ചെയ്യാം. അഥവാ ഒരു തെറ്റായ കാര്യം ചെയ്ത കുട്ടിയെ പണിഷ് ചെയ്യുന്ന കുട്ടിയെ എന്ത് ചെയ്യണം, നമ്മളവിടെ എന്തെങ്കിലും വെച്ചുകൊണ്ട് സ്വീറ്റോ എന്തെങ്കിലും കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് അൺഡൂയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എ ക്ലയന്റ് വിത്ത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ടെൻഡ് ടു ഐഡിയലൈസ് എ ഫ്രണ്ട് ആസ് എ പെർഫെക്റ്റ് at the start of the relationship. A client with a borderline personality disorder tend to idealize a friend as a perfect at the start of the relationship. But at the first disappointment, the client suddenly considered the friend as a cheater. The defense mechanism used is ഏതാണ്? ഡിസോസിയേഷൻ ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, അൺഡൂയിങ് ആണോ, സ്പ്ലിറ്റിംഗ് ആണോ? എത്ര പേര് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്? ഐ തിങ്ക് നിങ്ങൾ എല്ലാവരും നഴ്സിംഗ് ട്യൂട്ടർ എക്സാം കണ്ടിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എ ക്ലയന്റ് വിത്ത് എ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ടെൻഡ് ടു ഐഡിയലൈസ് എ ഫ്രണ്ട് ആസ് എ പെർഫെക്റ്റ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ്. അതായത് റിലേഷൻഷിപ്പിന്റെ ആദ്യത്തില് ആ ഫ്രണ്ടിനെ ഒരു പെർഫെക്റ്റ് എന്നുള്ള രീതിയിലാണ് ഐഡിയലൈസ് ചെയ്തത്. ബട്ട് at the first disappointment, എന്തെങ്കിലും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ the client suddenly considered the friend as a cheater. അത് കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ക്ലയന്റ് എന്ത് ചെയ്യാണ്, ആ ഫ്രണ്ടിനെ ചീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദ ഡിഫൻസ് മെക്കാനിസം, ഇവിടെ യൂസ് ചെയ്ത ഡിഫൻസ് മെക്കാനിസം ഏത് എന്നാണ്? ഡിസോസിയേഷൻ ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, അൺഡൂയിങ് ആണോ, സ്പ്ലിറ്റിംഗ് ആണോ? പറഞ്ഞത് സി, അൺഡൂയിങ് ആണെന്നാണ്. ശരിക്ക് ഉത്തരം സ്പ്ലിറ്റിംഗ് ആണ്. അഥവാ അപ്പൊ എന്താണ് സ്പ്ലിറ്റിംഗ് എന്നുള്ളതാണ്? സ്പ്ലിറ്റിംഗ് ഒരു ഡിഫൻസ് മെക്കാനിസം വരുന്ന ഒന്ന് തന്നെയാണ്. ഇനബിലിറ്റി ടു ഹോൾഡ് ഒപ്പോസിംഗ് തോട്ട്സ്. ഇവിടെ ഇൻഡിവിജ്വലിന് ഇനബിലിറ്റി ആണ് എന്തിന്?
to hold opposing thoughts, feelings or belief. അഥവാ ഇൻഡിവിജ്വലിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ ഫീലിങ്ങോ അല്ലെങ്കിൽ ബിലീഫിനെയോ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. ഇനബിലിറ്റി ടു ഹോൾഡ് ഒപ്പോസിംഗ് തോട്ട്സ്, ഫീലിങ്സ് ഓർ ബിലീഫ്. അഥവാ പേഴ്സൺ ഹു സ്പ്ലിറ്റ് സീസ് ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ബ്ലാക്ക് ഓർ വൈറ്റ്. അഥവാ ആ വ്യക്തിയെ സംബന്ധിച്ച് ലോകത്തെ അദ്ദേഹം കാണുന്നത് സ്പ്ലിറ്റ് ആയിട്ടാണ്. ബ്ലാക്ക് വൈറ്റ്, റൈറ്റ് റോങ് എന്നുള്ള രീതിയിൽ, അഥവാ ഡേ നൈറ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ സ്പ്ലിറ്റ് ആണ്. അഥവാ ഇൻഡിവിജ്വൽ നമുക്കറിയാം ഒന്നിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയും. പക്ഷെ ഇവിടെ ഇൻഡിവിജ്വൽ ഇനബിലിറ്റി ആണ് ടു ഹോൾഡ് ഒപ്പോസിംഗ് തോട്ട്സ്, ഫീലിങ്സ് അല്ലെങ്കിൽ ബിലീഫിനോ ഫീലിങ്ങോ അല്ലെങ്കിൽ തോട്ടോ അതിന്റെ ഓപ്പോസിറ്റുള്ള ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്യാൻ ഇൻഡിവിജ്വലിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ എ പേഴ്സൺ ഹു സ്പ്ലിറ്റ് സീസ് ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ബ്ലാക്ക് ഓർ വൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ഓർ റോങ് എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വൽ ഒരു സിറ്റുവേഷനെ കാണുന്നു, അല്ലെങ്കിൽ ആ തോട്ടിനെ അല്ലെങ്കിൽ ഫീലിങ്ങിനെ ഒക്കെ കാണുന്നത് റൈറ്റ് റോങ് അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റ്, ഡേ നൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇൻഡിവിജ്വൽ കാണുക എന്നുള്ളത്. അത് ഇവിടെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. അതെ, ക്ലൈന്റ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ്. ഒരു ഫ്രണ്ടിനെ ഫസ്റ്റ് ഐഡിയലൈസ്ഡ് ഫ്രണ്ട് ആസ് എ പെർഫെക്റ്റ്, ആദ്യം പെർഫെക്റ്റ് ആയിട്ട് അതിനെ കണ്ടു, ഐഡിയലൈസ് ചെയ്ത ആ റിലേഷൻഷിപ്പിൽ. പക്ഷെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായ ഉടനെ തന്നെ എന്ത് ചെയ്യണ, ഫ്രണ്ട് കൺസിഡർഡ് ദ ഫ്രണ്ട് ആസ് എ ചീറ്റർ, അവര് ചീറ്റർ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു മറ്റേ മുൻപ് ആദ്യത്തതിൽ പെർഫെക്റ്റ്, അഥവാ അതുകൊണ്ട് അതാണ് നമ്മൾ പറയുന്നത്. എന്റെ ഈ സ്പ്ലിറ്റിങ്ങിൽ ഉണ്ടാകുന്നത് ഒരു ഓപ്പോസിറ്റ് തോട്ടിനെ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇവന്റ് ഉണ്ടാണെങ്കിൽ പോലും ഓക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായതായിരിക്കാം എന്നുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാവാം. കാരണം എന്താ, നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഫീലിംഗ് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു. അതിന്റെ തെറ്റ് സംഭവിച്ചെങ്കിലും അവിടെ റൈറ്റ് മുമ്പ് ചെയ്തിരുന്നു എന്നുള്ളതിനെ ഹോൾഡ് ചെയ്യാൻ ഇൻഡിവിജ്വലിന് കഴിയുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇൻഡിവിജ്വലിന് എന്തില്ല, ഇനബിലിറ്റി ടു ഹോൾഡ് ഓപ്പോസിംഗ് തോട്ട്സ് ആണ്. ഫീലിംഗ്സോ അല്ലെങ്കിൽ തോട്ട്സിനെ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, റൈറ്റ് റോങ് എന്നുള്ള രീതിയിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലിന് എന്താണ്, ഇൻഡിവിജ്വൽ ആദ്യം ആള് ശരിയായിരുന്നു, റൈറ്റ് ആയിരുന്നു, ദെൻ ഒരു തെറ്റ് സംഭവിച്ച ഉടനെ തന്നെ അയാളെ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തു എന്നുള്ളതാണ് സ്പ്ലിറ്റിംഗ്. അത് കോമൺ ആണ് എമംഗ് അഡോളസെന്റ് ആൻഡ് യങ് അഡൾട്ട്സ്. അഡോളസെന്റിലും യങ് അഡൾട്ട്സിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഗോൺ ത്രൂ ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ കടന്നുപോയ ആളുകളിലും ഈ സ്പ്ലിറ്റിംഗ് പലപ്പോഴും കാണാറുണ്ട്, സ്പ്ലിറ്റിംഗ് കാണും എന്നുള്ളതാണ്. അതുപോലെ ഡയഗ്നോസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഒരു സ്പ്ലിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലും അത് കാണാം. ഇത് നിങ്ങളുടെ നമ്മുടെ നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അനദർ ക്വസ്റ്റ്യൻസ്. ഡിഫൻസ് മെക്കാനിസം ഈസ് യൂഷ്വലി യൂസ്ഡ് അൺകോൺഷ്യസ്ലി, കോൺഷ്യസ്ലി, ആൾ ദ എബോവ്. ഏതായിരിക്കും ആൻസർ? ആൾറെഡി ഉണ്ട്, അൺകോൺഷ്യസ്ലി ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ another who first identified defense mechanism as a way of protecting against anxiety? John Bowlby, Carl Jung, Sigmund Freud. ഉത്തരം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, which of the following is an example of defense mechanism? Identification. Identification എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിന് പറ്റുന്ന ഒരു ഉദാഹരണം താഴെ പറയുന്നത് ഏത്? When victim pick suspect from a lineup, when a son adopt a mannerism of his father, when a person attempt to self-diagnose their symptom. ഉദാഹരണം, ഉത്തരം when a son adopt the mannerism of his father. അതാണ് ഐഡന്റിഫിക്കേഷൻ. ഇൻഡിവിജ്വൽ അഡോപ്റ്റ് ചെയ്യാണ് ഫാദറിന്റെ മാനറിസത്തെ, അതുപോലെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിയാക്ഷൻ ഫോർമേഷൻ ഇൻവോൾവ് വാട്ട് ടൈപ്പ് ഓഫ് ബിഹേവിയർ? Questions: forming a rational conscious reaction to one's desire, reacting physically to any perceived threat, behaving often in the opposite way to one's impulse. Reaction formation നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. behaving often in opposite way to one's own impulse. ഇൻഡിവിജ്വലിന്റെ ഇമ്പൾസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇൻഡിവിജ്വൽ ബിഹേവ് ചെയ്യുന്നതാണ് റിയാക്ഷൻ ഫോർമേഷന്റെ ഉദാഹരണം. ഓക്കെ, ഒരു അനദർ ക്വസ്റ്റ്യൻ നമ്മൾ അതിലൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. എനിവേ, ദേവീസ് ഹസ്ബൻഡ് ഡൈസ് ആൻഡ് ഷീ കണ്ടിന്യൂസ് സെറ്റ് എ പ്ലേസ് ഫോർ ഹിം at the dinner table. This is an example of ദേവിയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഷീ കണ്ടിന്യൂഡ് ടു സെറ്റ് എ പ്ലേസ് ഫോർ ഹിം.
ആ മരിച്ചുപോയ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അവരൊരു സ്ഥലം എപ്പോഴും പ്ലേസ് ചെയ്യും. എങ്ങനെ? ഡിന്നർ ടേബിൾ, അവരുടെ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ. ഇത് എക്സാമ്പിൾ ഓഫ് റിപ്രഷൻ ആണോ, ഡിനയൽ ആണോ, പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് ആണോ, അഡാപ്റ്റേഷൻ ആണോ? ഏത് ഡിഫൻസ് മെക്കാനിസത്തിന്റെ അകത്താണ് ഇത് വരിക? റിപ്രഷൻ, ഡിനയൽ, പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ്, അഡാപ്റ്റേഷൻ, ഏതായിരിക്കാം? ഓക്കെ, ഡിനയലിന്റെ ഉദാഹരണമാണ് ഈ പറയപ്പെടുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഡിഫെൻസ് ഫോം ബേസിസ് ഓഫ് മെനി അതർ മെക്കാനിസം. ബാക്കിയുള്ള ഇതിൽ ഏത് ഡിഫൻസ് ആണ് ബാക്കിയുള്ള അതർ ഡിഫൻസ് മെക്കാനിസത്തിന് ബേസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. റിപ്രഷൻ, സബ്ലിമേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, അൺഡൂയിങ്. ഓക്കെ, സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പോവാണ്. റിപ്രഷന്റെ ഉദാഹരണമാണ് ഡിഫൻസ് ഫോം എ ബേസിസ് ഓഫ് മെനി അതർ മെക്കാനിസം. റിപ്രഷൻ ആണ് അതിന്റെ. ഓക്കെ, എനിവേ അത് നമ്മൾ തൽക്കാലം ഡിഫൻസ് മെക്കാനിസംസ് നമ്മൾ ഇതാക്കുന്നു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ ക്ലാസിഫിക്കേഷൻ. എന്താണ് ഡിഫൻസ്? നമ്മളുടെ സൈക്യാട്രിയുടെ ക്ലാസിഫിക്കേഷൻസ്, മെന്റൽ ഡിസോർഡേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ടൈപ്പ് മെയിൻലി 3 ടൈപ്പുകളാണ്. ഒന്ന് 3 ടൈപ്സ് ക്ലാസിഫിക്കേഷൻ. മെന്റൽ ഡിസോർഡേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രധാനമായിട്ട് 3 ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് ICD-10 ക്ലാസിഫിക്കേഷൻ ആണ്, അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ DSM-4 ഇത് ബേസ് ചെയ്തിട്ടാണ്. ICD-10 എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് 1992 അത് കൊണ്ടുവന്നത്. 1992 ആണ് ICD-10. ICD, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, അത് 1992 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ഓഫ് ICD-10 പബ്ലിഷ് 1990 പബ്ലിഷ് ചെയ്തത്. ഡ്രാഫ്റ്റ് ICD-10 ചാപ്റ്റർ 5 അല്ലെങ്കിൽ എഫ് എന്നുള്ള നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിങ് ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ 5 ICD-10 എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസോർഡേഴ്സിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. WHO ആണ് അതിന്റെ പബ്ലിഷേഴ്സ്. പക്ഷെ അതിൽ ചാപ്റ്റർ 5 അല്ലെങ്കിൽ എഫ് എന്നുള്ള നമ്പർ ആൽഫബറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മെന്റൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിങ് ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അത് F00 to F99 വരെയാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. മെന്റൽ ഡിസോർഡേഴ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ICD അണ്ടിൽ ഇറ്റ്സ് 6th എഡിഷൻ 1948 വരെയുള്ള അല്ലെങ്കിൽ 1948 വരെ മെന്റൽ ഡിസോർഡേഴ്സ് നോട്ട് ഇൻക്ലൂഡഡ് ICD-യിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. 6th എഡിഷൻ വരെ. ICD-8 വന്നിട്ടുള്ളത് 1965. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ലിസ്റ്റ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. F00 to F09 ICD-10 ബേസ് ചെയ്തിട്ടാണ്. ഓർഗാനിക് ഇൻക്ലൂഡിംഗ് സിംറ്റമാറ്റിക് മെന്റൽ ഡിസോർഡേഴ്സ്. F10 to F19 മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു psychoactive substance use. F20 to 29 schizophrenia, schizotypal and delusional disorders. F30 to F39 mood affective disorder. F40 to 48 neurotic stress related somatoform disorders. F50 to F59 behavioral syndromes associated with the psychological disturbances and physical factors. അതുപോലെ തന്നെ 60 to 69 ഡിസോർഡേഴ്സ് ഓഫ് അഡൾട്ട് പേഴ്സണാലിറ്റി ബിഹേവിയർ. അതുപോലെ തന്നെ 70 to 79 മെന്റൽ റിട്ടാർഡേഷൻ. F80 to F89 disorders of psychological development. F90 to 98 behavioral and emotional disorders with onset usually occurring in the childhood and adolescent. F99 unspecified. ഇതാണ് ICD-10 ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡ് സൈക്യാട്രിക് ഡിസോർഡേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ്. F0 ഓർഗാനിക് രീതിയിൽ കാറ്റഗറി. യൂഷ്വലി F20 to 29 ആണ് സ്കിസോഫ്രീനിയയും സ്കിസോടൈപ്പൽ ഡിസോർഡേഴ്സ് ഒക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഈ കാറ്റഗറി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്ന് പറയുന്നത് DSM 1994 DSM-4 മൾട്ടി ആക്സിൽ സിസ്റ്റം ആണിത്. അതുപോലെ തന്നെ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ആണ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 5 ആക്സിസ് ഉണ്ട്. DSM-1 1952 പബ്ലിഷ് ചെയ്തത്. DSM-2 1968 പബ്ലിഷ് ചെയ്തത്. DSM-3 1980 പബ്ലിഷ് ചെയ്തത്. DSM-5 2013
DSM-5 പബ്ലിഷ് ചെയ്തത്. DSM-5 2013. ഓക്കെ, 1994 DSM-4 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ആക്സിസ് തന്നെ ക്ലിനിക്കൽ സൈക്യാട്രിക് ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് മെന്റൽ റിട്ടാർഡേഷൻ, മെഡിക്കൽ കണ്ടീഷണൽ പ്രോബ്ലംസ്, സൈക്കോസോഷ്യൽ എൻവയോൺമെന്റ്, ഗ്ലോബൽ അസസ്മെന്റ് ഓഫ് ഫംഗ്ഷനിങ് ഇൻ കറന്റ് ആൻഡ് പാസ്റ്റ് വൺ. ഇത് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്സിസുകളാണ് DSM-4ന്റെ. ഓക്കെ, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കാറ്റഗറി ഡിഫറൻസ് എന്ന് പറയുന്നത്? WHO 1987 ആണ്, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ 1994 ഇത് കൊണ്ടുവന്നത്. ഒരുപാട് വേർഷൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ വർക്ക്സും റിസർച്ചും പ്രൈമറി കെയർ എന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷൻസ് അവൈലബിൾ ആണ് ICD-യിൽ. DSM-ൽ സിംഗിൾ വേർഷൻ, ഒറ്റ വേർഷനേ ഉള്ളൂ. എല്ലാ സ്പോക്കൺ ലാംഗ്വേജസിലും ICD അവൈലബിൾ ആണ്. പക്ഷെ DSM ഇംഗ്ലീഷ് വേർഷനിൽ മാത്രമാണ്. അതുപോലെ തന്നെ ICD ഒരൊറ്റ ആക്സിസ് മാത്രമാണെങ്കിൽ ഇത് മൾട്ടി ആക്സിലാണ്, 5 ആക്സിസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, ICD-യിൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, സോഷ്യൽ കോൺസിക്വൻസ് ഓഫ് ദ ഡിസോർഡേഴ്സ് ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ DSM-ൽ ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ അതർ ഏരിയാസ് ഓഫ് ഫംഗ്ഷനിങ്ങും ഇൻക്ലൂഡഡ് ആണ് അണ്ടർ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള മെയിൻ കാറ്റഗറൈസേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നൊരു അപ്ഡേഷൻ ICD-11 എന്ന് പറഞ്ഞിട്ടുണ്ട്. ICD-11 പക്ഷെ അത് ലേറ്റസ്റ്റ് വേർഷൻ ആണ് ICD-യുടെ. ICD-11 ആണ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. 72 വേൾഡ് ഹെൽത്ത് അസംബ്ലി 2019 നടന്ന 72ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ നമ്മളത് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ അത് എഫക്റ്റിൽ വരുന്നത് അടുത്ത 1 ജനുവരി 2022 മുതലാണ്. കമ്മിങ് ടു എഫക്റ്റ് വരുന്നത് 2022 ജനുവരി 1 മുതലാണ്. അതുപോലെ തന്നെ ഇതില് 11th റിവിഷനിൽ അറൌണ്ട് 17,000-ഓളം യുണീക്ക് ആയിട്ടുള്ള കോഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോർ ദാൻ 1,20,000-ഓളം കോഡബിൾ ആയിട്ടുള്ള ടേംസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേറൊരു പ്രത്യേകത എൻറ്റയർലി ഡിജിറ്റൽ ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോം കൂടെ ICD-11 അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, എനിവേ പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ ആണ്. അത് നീഗി 1963, ബിഗ് ആൻഡ് സിംഗർ 1967, വാഹിയ 1961, വർമ്മ 1971. അതുപോലെ തന്നെ ICD-8 മോഡിഫൈ ചെയ്തിട്ടുണ്ട് ടു സ്യൂട്ട് ഇന്ത്യൻ കണ്ടീഷൻസ് ആൻഡ് ക്ലാസിഫൈഡ് മെന്റൽ ഇൽനെസ്. ICD-8 ആണ് ഇന്ത്യൻ കണ്ടീഷൻസിനനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്യൂട്ട് ആയിട്ടുള്ള ഇന്ത്യൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒന്നാണ് ICD-8 എന്ന് പറയുന്നത്. ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ മെയിൻലി സൈക്കോസിസ്, ന്യൂറോസിസ് എന്നുള്ളതിന്റെ സൈക്കോസിസ് തന്നെ സ്കിസോഫ്രീനിയ, അഫക്റ്റീവ്, ഓർഗാനിക് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സ്കിസോഫ്രീനിയ, അഫക്റ്റീവിൽ തന്നെ മാനിക് ഡിപ്രസീവ് സൈക്കോസിസ്, ഡിപ്രഷൻ, മെലങ്കോളിയ എന്നുള്ള രീതിയിലാണ് അഫക്റ്റീവ് ഡിസോർഡേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓർഗാനിക്കിനെ അക്യൂട്ട്, ക്രോണിക് എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് സൈക്കോസിസ് ആണ്. സൈക്കോസിനെ ഈ രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തത്: സ്കിസോഫ്രീനിയ, അഫക്റ്റീവ് ആൻഡ് ഓർഗാനിക്. അഫക്റ്റീവിനെ തന്നെ മാനിക് ഡിപ്രസീവ് സൈക്കോസിസ്, ഡിപ്രഷൻ, മെലങ്കോളിയ, അക്യൂട്ട് മെലങ്കോളിയ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓർഗാനിക്കിനെ അക്യൂട്ടും ക്രോണിക് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂറോസിസ് അഥവാ ആങ്സൈറ്റി ന്യൂറോസിസ്, ഡിപ്രസീവ് ന്യൂറോസിസ്, ഹിസ്റ്റീരിക്കൽ ന്യൂറോസിസ്, ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ്, ഹൈപ്പോകോൺഡ്രിയക്കൽ ന്യൂറോസിസ്, ഫോബിക് ന്യൂറോസിസ്, ന്യൂറോട്ടിക് ഡിപ്രഷൻ എന്നുള്ള രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ന്യൂറോസിസ്. അപ്പോൾ ഇത് ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ഇതിൽ കാറ്റഗറൈസേഷൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ദെൻ അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിസോർഡേഴ്സും എന്നുള്ള രീതിയിൽ അതിൽ തന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറൈസേഷൻ ആണ് സ്പെഷ്യൽ ഡിസോർഡേഴ്സ്. കണ്ടക്ട് ഡിസോർഡർ, ഇമോഷണൽ ഡിസോർഡേഴ്സ്, MR, സ്പെസിഫിക് ഡെവലപ്മെന്റൽ ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ, ടിക് മാനറിസം, വിഡ്രോവൽ റിയാക്ഷൻ, ഓവർ ആങ്ഷ്യസ് റിയാക്ഷൻ, ട്രുവൻസി, ഇതൊക്കെ അതർ സ്പെഷ്യൽ ഡിസോർഡേഴ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് മെയിൻലി. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ സോഷ്യോപത്ത്, സൈക്കോപത്ത്, ആന്റി സോഷ്യൽ ബിഹേവിയർ, പാസീവ് അഗ്രസീവ് പേഴ്സണാലിറ്റി, ഇനാഡിക്വേറ്റ് പേഴ്സണാലിറ്റി എന്നുള്ള രീതി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് സോഷ്യോപത്ത് ഇസ് കമ്മിങ് അണ്ടർ ഏത് കാറ്റഗറൈസേഷൻ? പേഴ്സണാലിറ്റി ഡിസോർഡറിൽ സോഷ്യോപത്ത് എന്നുള്ളത് ഏത് കാറ്റഗറൈസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ സൈക്കോപത്ത് എന്നുള്ളതൊക്കെ ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ച്. നേരെ മറിച്ച് ICD-10 അനുസരിച്ച് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ
ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിയിലൊക്കെ കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്ത്യൻ ക്ലാസിഫിക്കേഷനിലാണ് സോഷ്യോപത്തും സൈക്കോപത്ത് പോലെയുള്ള ആന്റി സോഷ്യൽ ബിഹേവിയർ എന്നുള്ള രീതിയിലൊക്കെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി സബ്സ്റ്റൻസ് അബ്യൂസിനെ തന്നെ ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ സൈക്കോ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സിനെ GIT അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ അൾസറേറ്റീവ് ക്വാളിറ്റീസ്, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ ബാധിക്കുന്നത്, യൂറോജെനിറ്റൽ സിസ്റ്റംസിനെ, ഡെർമറ്റോളജിക്കൽ ഈ രീതിയിലാണ് സൈക്കോ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. മെന്റൽ റിട്ടാർഡേഷൻ തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ പാരനോയിഡ് സ്റ്റേറ്റിനെ പാരനോയിയ, ഇൻവല്യൂഷണൽ പാരനോയിഡ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ കാറ്റഗറി ഉണ്ട്. സെക്ഷൽ ഡീവിയേഷനെ ഹോമോസെക്ഷുവാലിറ്റി, ഫെച്ചിസം, പീഡോഫീലിയ, ട്രാൻസ്വെസ്റ്റിസം എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു കാറ്റഗറൈസേഷന്റെ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ICD ക്ലാസിഫിക്കേഷൻ ഈസ് ഗിവൺ ബൈ ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണോ? അതുപോലെ തന്നെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആണോ? അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണോ? ഇന്ത്യൻ സൈക്കാട്രിക് അസോസിയേഷൻ? ഇതിൽ ഏതാണ് ICD ക്ലാസിഫിക്കേഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. DSM ക്ലാസിഫിക്കേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ സൈക്കാട്രിക് അസോസിയേഷൻ. ഇതിൽ ഏതായിരിക്കും? ഓക്കെ, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, എനിവേ നമ്മൾ അത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എനിവേ നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിവേ പേഴ്സണാലിറ്റി നമുക്കറിയാം. പേഴ്സണാലിറ്റി ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആണ്, അഥവാ ക്യാരക്ടറിസ്റ്റിക് ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആണ് പേഴ്സണാലിറ്റി. അതിൽ സ്ട്രക്ചർ, മോഡ് ഓഫ് ബിഹേവിയർ, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, കപ്പാസിറ്റി, എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇതിന്റെയൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇന്റഗ്രേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇസ് കോൾഡ് പേഴ്സണാലിറ്റി. സ്ട്രക്ചർ, അതുപോലെ മോഡ് ഓഫ് ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിന്റെ മോഡ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഇൻഡിവിജ്വലിന്റെ ആറ്റിറ്റ്യൂഡ്, കപ്പാസിറ്റി, എബിലിറ്റി, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, ഇതിന്റെയൊക്കെ ഒരു ഇന്റഗ്രേഷൻ ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അഥവാ ഇറ്റ് ഇസ് എ ടോട്ടൽ ക്വാളിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ. ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ക്വാളിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അഥവാ സം ടോട്ടൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻഡിവിജ്വലിന്റെ ട്രൈറ്റ്സും ക്യാരക്ടറിസ്റ്റിക്സിന്റെയും സം ടോട്ടൽ ആണ് പേഴ്സണാലിറ്റി. ഇത് എക്സ്പ്രസ്ഡ് ത്രൂ ബിഹേവിയർ. പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ത്രൂ ബിഹേവിയർ. എങ്ങനെയാണ് പേഴ്സണാലിറ്റിയെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ബിഹേവിയേഴ്സ് ആണ്. ബിഹേവിയറിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്താണ്? അത് ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ബയോളജിക്കൽ ആണ്. ബയോളജിയിൽ വരുന്നതാണ് ഹെറിഡിറ്റി, എൻഡോക്രൈൻ ഗ്ലാൻസ്, ഫിസിക്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം പോലുള്ളതൊക്കെ. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഫാമിലി, സ്കൂള്, ടീച്ചർ, പിയർ ഗ്രൂപ്പ്, സിബ്ലിംഗ് റിലേഷൻഷിപ്പ്, അതുപോലെ മാസ് മീഡിയ, കൾച്ചേഴ്സ് പോലുള്ളതൊക്കെ. അതുപോലെ തന്നെ മെന്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ വരുന്നതാണ് സെൽഫ് കൺസെപ്റ്റ്, മോട്ടീവ്, അക്വയർഡ് ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ്, റീസണിങ്, അറ്റൻഷൻ, പെർസെപ്ഷൻ പോലെയുള്ള വേരിയസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സോ നമുക്ക് ഇത് തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റിയിൽ വാട്ട് ആർ ദ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ചോദിക്കാം. അതിൽ എക്സാമ്പിൾസ് ആയിട്ട് സെൽഫ് കൺസെപ്റ്റ്, മോട്ടീവ്, അക്വയർഡ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ അതിൽ വരുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇതിൽ തന്നെ ഓപ്ഷൻസ് ബയോളജിക്കലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെയും മിക്സപ്പ് ചെയ്തുകൊണ്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ മിക്സപ്പ് ചെയ്തിട്ട് ആദ്യം ലിസ്റ്റ് ഡൗൺ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ഓപ്ഷൻസ് 1, 2, 3 ഇതിലേത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് ഹെറിഡിറ്റി, എൻഡോക്രൈൻ ഗ്ലാൻസ്, ഫിസിക്, നെർവസ് സിസ്റ്റം പോലെയുള്ള ബയോളജിക്കൽ ഫാക്ടേഴ്സും. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഫാമിലി, സ്കൂള്, ടീച്ചേഴ്സ്, പിയർ ഗ്രൂപ്പ്, സിബ്ലിംഗ് റിലേഷൻഷിപ്പ്, മാസ് മീഡിയ, കൾച്ചർ പോലുള്ളത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ, മെന്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് സെൽഫ് കൺസെപ്റ്റും, മോട്ടീവും, ഇൻട്രസ്റ്റും, ആറ്റിറ്റ്യൂഡും, ഇന്റലിജൻസും, റീസണിങ്ങും, അറ്റൻഷനും, പെർസെപ്ഷനും എല്ലാം. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റൽ തിയറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്.
ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളത്. അതിലൊന്നാണ് സൈക്കോ അനലിറ്റിക്കൽ തിയറി, പ്രൊപ്പോണന്റ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി എറിക് എറിക്സൺ ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി ജീൻ പിയാഷെ ആണ്. മോറൽ ഡെവലപ്മെന്റൽ തിയറി ലോറൻസ് കൂൾബർഗ് ആണ്. മോറൽ ഡെവലപ്മെന്റൽ തിയറി ഇതാണ് പ്രധാനമായിട്ടും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ലിങ്ക് ചെയ്യുന്ന വേരിയസ് ആയിട്ടുള്ള തിയറീസ്. അനദർ ടേം ദാറ്റ് ഈസ് another term for super ego is സെൽഫ്, ഐഡിയൽ സെൽഫ്, കോൺസെൻസ്, സബ് കോൺഷ്യസ്. ഇതിൽ ഏതാണ് അനദർ ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സൂപ്പർ ഈഗോ? സെൽഫ്, ഐഡിയൽ സെൽഫ്, കോൺസെൻസ്, സബ് കോൺഷ്യസ്. ഓക്കെ, ഐഡിയൽ സെൽഫ്, കോൺഷ്യൻസ്, സബ് കോൺഷ്യസ്. ആൻസർ കൺസെൻസ് ആണ് അനദർ ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സൂപ്പർ ഈഗോ. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് ഫസ്റ്റ് നമ്മൾ തിയറി പറയുന്നത് സൈക്കോ അനലിറ്റിക്കൽ തിയറി ആണ്. സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് 1961 കൊണ്ടുവന്നത്. ഹു ഈസ് കാൾഡ് ആസ് ഫാദർ ഓഫ് മോഡേൺ സൈക്യാട്രി. മോഡേൺ സൈക്യാട്രി ആയിട്ട് എണ്ണപ്പെട്ട ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് 1961. അതുപോലെ തന്നെ ഹി ക്രെഡിറ്റഡ് ആസ് ദ ഫസ്റ്റ് ടു ഐഡന്റിഫൈ ഡെവലപ്മെന്റ് ബൈ സ്റ്റേജ്. ഇദ്ദേഹമാണ് ഡെവലപ്മെന്റിനെ ഐഡന്റിഫൈഡ് ഡെവലപ്മെന്റ് ബൈ സ്റ്റേജസ്. ഡെവലപ്മെന്റിനെ സ്റ്റേജസ് ആയിട്ട് സ്റ്റേജുകളായിട്ട് ഐഡന്റിഫൈ ചെയ്ത ആദ്യത്തെ വ്യക്തി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, മോഡേൺ സൈക്യാട്രി ആയിട്ടാണ് പറയപ്പെടുന്നത്. കൺസിഡർ ഫസ്റ്റ് 5 years ഓഫ് എ ചൈൽഡ് ലൈഫ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് because he believed that an individual's basic character had been formed by the age of 5. ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് ആ ചൈൽഡിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് 5 year ഓഫ് ചൈൽഡ് ആണ്. ഫസ്റ്റ് 5 year ആണ്. അതായത് കാരണം he believed that individual's basic character had been formed by age of 5. 5th ഏജിൽ തന്നെ 5 വയസ്സിൽ ഇൻഡിവിജ്വലിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ സൈക്കോഅനലിറ്റിക്കൽ തിയറിയിൽ കൺസെപ്ച്വലൈസ്ഡ് അക്കോർഡിംഗ് ടു സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഓഫ് പേഴ്സണാലിറ്റി, ടോപ്പോഗ്രഫി ഓഫ് മൈൻഡ് ആൻഡ് സ്റ്റേജ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്പ്. ഈ രീതിയിലാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേഴ്സണാലിറ്റി തിയറിയെ കൺസെപ്ച്വലൈസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ? സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഓഫ് ദ പേഴ്സണാലിറ്റി, ടോപ്പോഗ്രഫി ഓഫ് മൈൻഡ് ആൻഡ് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്പ്. ഈ രീതിയിലാണ് അതിനെ കാറ്റഗറൈസ് കൺസെപ്റ്റ് ഫോം ചെയ്തത് സൈക്കോ അനലിറ്റിക്കൽ തിയറി. എങ്ങനെയാണ് നമുക്ക് വരാം? സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. ഫസ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് ദ പേഴ്സണാലിറ്റി. Individual, Freud organized the structure of the personality into 3 major components. 3 major കോമ്പണന്റുകളായിട്ടാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഈ 3 രീതിയിലാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇഡ് എന്ന് പറയുന്നത് ഇഡ് ഈസ് എ ലോക്കസ് ഓഫ് ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവ്, അഥവാ പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ഇഡ് വർക്ക് ചെയ്യുന്നത്. ഇഡ് ഈസ് ദ ലോക്കസ് ഓഫ് ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവ്, അതായത് നമ്മളെ ഇൻസ്റ്റിങ്ക്ച്വൽ ആയിട്ടുള്ള ഡ്രൈവുകളുടെ ലോക്കസ് ആണ് ഇഡ് എന്ന് പറയുന്നത്, അഥവാ പ്ലഷർ പ്രിൻസിപ്പിൾ. അതായത് ഇൻഡിവിജ്വലിന്റെ പ്ലഷർ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഇഡ് വർക്ക് ചെയ്യുന്നത്. അഥവാ ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ബർത്തിൽ തന്നെ പ്രസന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഡ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഡോസ് ദ ഇൻഫന്റ് വിത്ത് ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവ്സ് that seeks to satisfy the needs and achieve immediate gratification. അഥവാ ഇത് ജന്മനാ തന്നെ പ്രസന്റ് അറ്റ് ബർത്തിൽ തന്നെ ഉണ്ട്. ഇത് പലപ്പോഴും ഇൻഫന്റില് ചില ഇൻസ്റ്റിങ്ക്ച്വൽ ആയിട്ടുള്ള ഡ്രൈവുകളാണ്, അഥവാ ഇൻഡിവിജ്വലിന്റെ നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അച്ചീവ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫൈ, ആ നീഡുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഗ്രാറ്റിഫൈ ചെയ്യുക കൂടി വേണം എന്നുള്ളതാണ്. ഇഡ് ഡ്രൈവൺ ബിഹേവിയേഴ്സ് ആർ ഇമ്പൾസീവ് ആൻഡ് മേ ബി ഇറാഷണൽ. ഇഡ് ഡ്രൈവൺ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് പലപ്പോഴും ഇമ്പൾസീവ് ആണ്, അതുപോലെ തന്നെ ഇറാഷണലും ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് ബർത്തിൽ തന്നെ പ്രസന്റ് ആണ്. അല്ല, പലപ്പോഴും ഈ ഇൻഫന്റിൽ ഉണ്ടാകുന്ന ചില ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവുകളിന് അനുഗുണമാണ് എന്നാണ് പറയുന്നത്. അഥവാ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുകയാണെന്നുവെച്ചെങ്കിൽ നമുക്കറിയാം, ഒരു കുട്ടി ചെറിയ ജനിച്ച ഉടനെ തന്നെയുള്ള കുട്ടി എന്ന് പറയുന്നത് കൂടുതലും ഇഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇഡാണ് പ്ലഷർ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഇൻഫന്റ്, അല്ലെങ്കിൽ ജനിച്ച ഉടനെയുള്ള കുട്ടി. അഥവാ ഒരു നമുക്കറിയാം, കുട്ടി വിശന്ന് കഴിഞ്ഞാൽ കുട്ടി ഉടനെ കരയും. കുട്ടി എപ്പോഴാണ് കരച്ചിൽ നിർത്തുക? അമ്മയുടെ മുലപ്പാല് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കുട്ടി
കരച്ചിൽ നിർത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കുന്ന ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള ഡ്രൈവുകളുടെ പ്ലഷർ, ഇൻഡിവിജ്വൽ ആ സമയത്ത് പ്ലഷർ ആവശ്യം എന്ന് പറയുന്നത് പാലാണ്. അതുകൊണ്ട് തന്നെ കുട്ടി കരയും. അവിടെ നമ്മൾ അമ്മ അവിടെ ഇല്ലാന്നോ അല്ലെങ്കിൽ അമ്മ കുറച്ചേരം കഴിഞ്ഞ് വന്നാൽ വരും എന്നൊന്നും ആ കൊച്ചിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി എന്താണോ കുട്ടിക്ക് അവിടെ ആവശ്യം, കുട്ടിക്ക് മുലപ്പാലാണ് ആവശ്യം, സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ആ മുലപ്പാല് കിട്ടുന്നത് വരെ കുട്ടി കരയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇഡ് ഡ്രൈവൺ ബിഹേവിയേഴ്സ് ആർ ഇമ്പൾസീവ് ആണ് ആൻഡ് മേ ബി ഇറാഷണൽ. അവിടെ റാഷണാലിറ്റിക്ക് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഡ് ഡ്രൈവൺ ബിഹേവിയേഴ്സ് ആർ ഇമ്പൾസീവ് ആൻഡ് മേ ബി ഇറാഷണൽ. അത് ഇറാഷണൽ ആണ്, ഇമ്പൾസീവ് ആണ്. അത് ഉടനെ ഗ്രാറ്റിഫൈ ചെയ്യണം. ഗ്രാറ്റിഫൈ ചെയ്താൽ മാത്രമേ ഇൻഡിവിജ്വൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇഡ്. ഈഗോ അതൊന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഈഗോ എന്ന് പറയുന്നത് കാൾഡ് ആസ് റാഷണൽ സെൽഫ് ആണ്. ഇവിടെ റാഷണൽ സെൽഫ് ആണ്, അഥവാ റിയാലിറ്റി പ്രിൻസിപ്പിളിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ബിഗിൻ ടു ഡെവലപ്പ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 4 and 6. 4 മാസത്തിന്റെയും 6 മാസത്തിന്റെയും ഇടയിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്, റാഷണൽ സെൽഫ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈഗോയെ ആൾസോ കാൾഡ് ആസ് റാഷണൽ സെൽഫ്. Ego is also called as rational self, or it is working on a principle of reality principle, and it is developing between the age of 4 and 6 months. ഇത് ഈഗോയുടെ പ്രത്യേകതകളാണ്. നമ്മൾ ഈഗോ എക്സ്പീരിയൻസസ് ദ റിയാലിറ്റി ഓഫ് എക്സ്റ്റേണൽ വേൾഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈഗോ എക്സ്റ്റേണൽ വേൾഡിന്റെ റിയാലിറ്റിയെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അഡോപ്റ്റ് ടു ഇറ്റ്, അതുപോലെ തന്നെ അതിനനുസരിച്ച് അത് അഡോപ്റ്റ് ചെയ്യുന്നു, ആൻഡ് റെസ്പോണ്ട് ചെയ്യും, അതിനനുസരിച്ച് ഇൻഡിവിജ്വൽ റെസ്പോണ്ട് ചെയ്യുന്നു. അഥവാ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇഡ് എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്റ്റേണൽ വേൾഡുമായിട്ട് അതിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ റാഷണാലിറ്റി ഒന്നും ഇഡിൽ വർക്ക് ചെയ്യൂല. ബട്ട് ഈഗോയിൽ റിയാലിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിന്റെ റിയാലിറ്റിയെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതിനനുസരിച്ച് അതിനായിട്ട് ഇൻഡിവിജ്വൽ ആ എക്സ്റ്റേണൽ വേൾഡിനായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഇത് എപ്പോഴും ഒരു 4 മുതൽ 6 മാസത്തിലാണ് ഡെവലപ്പ് ചെയ്യുക. അഥവാ ഈ സമയമാകുമ്പോഴേക്ക് നമുക്കറിയാം കുട്ടിയുടെ അമ്മ സ്ഥലത്തില്ല. കുട്ടിയുടെ അമ്മ സ്ഥലത്തില്ലെങ്കിൽ ഇഡ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടിക്ക് മുലപ്പാൽ കിട്ടുന്നത് വരെ കുട്ടി കരയും. അതാണ് ഇഡ് ഡ്രൈവൺ ബിഹേവിയർ, അഥവാ പ്ലഷർ പ്രിൻസിപ്പിൾ. ഈഗോ അല്ലെങ്കിൽ 4-6 മാസമൊക്കെ കഴിയുമ്പോഴേക്ക് കുട്ടിക്ക് കുറച്ചുകൂടെ ഒരു റാഷണൽ സെൽഫ് വന്നുകൊണ്ടിരിക്കാം. ഇവിടെ വരുമ്പോൾ ഈഗോ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒരു വയസ്സൊക്കെ ആയ കുട്ടി അമ്മ സ്ഥലത്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് താരാട്ടമൊക്കെ പാടുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, കുറച്ചു നേരത്തേക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ പോലും കുട്ടി ഇൻഡിവിജ്വലിന്റെ പ്ലഷർ സീക്കിങ്ങിനെ കുറച്ച് സമയത്തേക്കെങ്കിലും മാറ്റിവെക്കാൻ കഴിയും. കാരണം എന്താ, എക്സ്റ്റേണൽ വേൾഡിനെ കുട്ടി മനസ്സിലാക്കി തുടങ്ങി, അതുപോലെ അതിനായിട്ട് അഡാപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി കുട്ടി ഡെവലപ്പ് ചെയ്യാണ് അവിടെ ഈഗോയിൽ വർക്ക് ചെയ്യും. അപ്പൊ ഈഗോയിൽ പലപ്പോഴും എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി ഈഗോ ഇസ് വൺ ഓഫ് ദി മീഡിയേറ്റർ. ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ എ ഹാർമണി എമംഗ് ദ എക്സ്റ്റേണൽ വേൾഡ്, ദ ഇഡ് ആൻഡ് ദ സൂപ്പർ ഈഗോ. അഥവാ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഒരു ഹാർമണി ഡെവലപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഇവിടെ ഈഗോ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഡിന്റെയും സൂപ്പർ ഈഗോക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടും ഒരു ഈഗോ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അഥവാ സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് അഡോപ്റ്റ് ചെയ്യാൻ ഇൻഡിവിജ്വലിന് കഴിയുന്നത് ഈഗോ ബിഹേവിയർ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത്. ദെൻ കംസ് സൂപ്പർ ഈഗോ. എന്തായി സൂപ്പർ ഈഗോ? ഇതൊന്നുകൂടെ കൃത്യമായിട്ട് പറയുന്ന ഒരു പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. സൂപ്പർ ഈഗോ വിച്ച് ഡെവലപ്പ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 3 and 6. ഒരു 3 വയസ്സിന്റെയും 6 വയസ്സിന്റെയും ഇടയിലാണ് സൂപ്പർ ഈഗോ അല്ലെങ്കിൽ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. അഥവാ ഇവിടെ ഇന്റേണലൈസസ് ദ വാല്യൂസ് ആൻഡ് മോറൽ സെറ്റ് ഫോർത്ത് ബൈ ദ പ്രൈമറി കെയർ ഗിവർ. അഥവാ ഇവിടെ പ്രൈമറി കെയർ ഗിവർ, അച്ഛനാവാം അമ്മയാവാം അല്ലെങ്കിൽ ആരാണോ, പ്രൈമറി കെയർ ഗിവർ സെറ്റ് ചെയ്യുന്ന മോറൽസ് മോറലും അതുപോലെ തന്നെ വാല്യൂസിനെയും ഇന്റേണലൈസ് ചെയ്യാൻ തുടങ്ങാം. അഥവാ സൂപ്പർ ഈഗോ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു 3 മുതൽ 6 വയസ്സ് പ്രായമാകുമ്പോഴാണ് ഇത് ഡെവലപ്പ് ചെയ്തു തുടങ്ങുന്നത്. ഡിറൈവ്ഡ് ഫ്രം ദ സിസ്റ്റം ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഇത് പലപ്പോഴും ഡിറൈവ് ചെയ്യപ്പെടുന്നത് നമ്മൾ നൽകുന്ന റിവാർഡുകളിൽ നിന്ന് നമ്മൾ നൽകുന്ന പണിഷ്മെന്റുകളുടെയും ബേസ് ചെയ്തിട്ടാണ്. അതാ 3 മുതൽ 6 വയസ്സ് പ്രായമാകുന്ന സമയത്ത്
ആ സമയം മുതൽ അങ്ങോട്ട് ഇൻഡിവിജ്വൽ വാല്യൂസിനെയും മോറൽ റൈറ്റും റോങ്ങുകളെയും ഒക്കെ മനസ്സിലാക്കി വെച്ച് തുടങ്ങുന്നു. അതിനനുസരിച്ച് ഇൻഡിവിജ്വൽ ആക്ട് ചെയ്യുക. അത് പലപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് റിവാർഡുകളുടെയും പണിഷ്മെന്റുകളുടെയും ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. ഇതില് സൂപ്പർ ഈഗോ ഇത് പലപ്പോഴും കമ്പോസ്ഡ് ബൈ 2 മേജർ കോമ്പണൻസ്. 2 മേജർ കോമ്പണന്റ് ഉണ്ട്. ദ ഈഗോ ഐഡിയൽ ആൻഡ് ദ കൺസൈൻസ് എന്നുള്ളതാണ്. ഇതിൽ 2 കാര്യങ്ങൾ ഉള്ളത്. എന്താണ്? ഈഗോ ഐഡിയൽ ആൻഡ് ദ concerns. When a child is consistently rewarded for a good behavior. ഇവിടെ ഈഗോ ഐഡിയൽ എന്താണ്, അതല്ലെങ്കിൽ കൺസേൺസ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞത് സൂപ്പർ ഈഗോയുടെ വേറൊരു പേര് അതിൽ വന്ന ഒന്ന് കൺസേൺസ് ആണ്. അഥവാ ചൈൽഡ് കൺസിസ്റ്റന്റ്ലി റിവാർഡഡ് ഫോർ എ ഗുഡ് ബിഹേവിയർ. ഗുഡ് ബിഹേവിയറിന് കൺസിസ്റ്റന്റ് ആയിട്ട് റിവാർഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഹിസ് ഓർ ഹെർ സെൽഫ് എസ്റ്റീംഡ് ഈസ് എൻഹാൻസ്. അയാളുടെ എന്ത് ചെയ്യാം, സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ ബിഹേവിയർ ബിക്കം പാർട്ട് ഓഫ് ഈഗോ ഐഡിയൽ. അഥവാ ആ ബിഹേവിയർ ഇൻഡിവിജ്വലിന്റെ ഈഗോ ഐഡിയലിന്റെ ഭാഗമായി മാറും എന്നുള്ളതാണ്. അഥവാ ഒരു ബിഹേവിയർ കൺസിസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റിവാർഡ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഗുഡ് ബിഹേവിയർ റിവാർഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വലിന്റെ സെൽഫ് എസ്റ്റീം എൻഹാൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ അത് ഇൻഡിവിജ്വലിന്റെ ഈഗോ ഐഡിയലിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ that is to internalize as a part of his or her value system. അത് ഇൻഡിവിജ്വലിന്റെ വാല്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. അഥവാ ഒരു നല്ല ബിഹേവിയർ കുട്ടി കൃത്യമായി ഒരു ഉദാഹരണത്തിന് കുട്ടിയുടെ റൂം കൃത്യമായി എല്ലാ ദിവസവും പഠനം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി വൃത്തിയാക്കി എടുത്തു വെക്കുന്നു, അടുക്കി പെറുക്കി എടുത്തു വെക്കുന്നു. അത് ചെയ്യുമ്പോൾ ഒരു നല്ല ബിഹേവിയറാണ്. അതിന് റിവാർഡ് ചെയ്യാണ്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ സമയത്ത് അതിന് ഒരു എന്താണ് ഐസ്ക്രീം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവാർഡ് നമ്മൾ കൊടുക്കും. പോസിറ്റീവായിട്ട് ഒന്ന് ഒരു പക്ഷെ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു ഓക്കെ നല്ലൊരു പ്രശംസയാവാം ഒക്കെ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ അത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബിഹേവിയർ ഇൻഡിവിജ്വലിന്റെ ഈഗോ ഐഡിയലിന്റെ ഭാഗമാണ്. അത് എന്തുകൊണ്ടാണ്? അത് ഇൻഡിവിജ്വലിന്റെ ഒരു വാല്യൂ സിസ്റ്റത്തിന്റെ ഭാഗമായി ഇന്റേണലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഈഗോ ഐഡിയലിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നേരെ തെരഞ്ഞ ദ കൺസൈൻസ് അനദർ വൺ formed when the child is consistently punished for bad behavior. ഇൻഡിവിജ്വല് പണിഷ് ചെയ്യപ്പെടുകയാണ്. ഒരു തെറ്റായ ഒരു ബിഹേവിയർ ഇൻഡിവിജ്വൽ ചെയ്യുന്നു. അതിനെ പണിഷ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് പണിഷ് ചെയ്യപ്പെടുന്നു ബാഡ് ബിഹേവിയർ. ഇത് ദ ചൈൽഡ് ലേൺ ദാറ്റ് വാട്ട് ഈസ് കൺസിഡേർഡ് മോറലി റൈറ്റ് ഓർ റോങ് ഫ്രം ദ ഫീഡ്ബാക്ക് റിസീവ്ഡ് ഫ്രം ദ പാരന്റൽ ഫിഗർ ആൻഡ് ഫ്രം ദ സൊസൈറ്റി ഓർ എ കൾച്ചർ. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അവിടെ എന്താണ് മോറലി റൈറ്റ്, എന്താണ് മോറലി റോങ് എന്നുള്ളത് ആ ഫീഡ്ബാക്കിൽ നിന്ന്, പാരന്റൽ ഫിഗറിൽ നിന്നാവാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നാവാം, കൾച്ചറിൽ നിന്നാവാം, അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്ന് കുട്ടി പഠിച്ചു വെക്കാണ് അവിടെ ചെയ്യുന്നത്. സോ വെൻ ദ സൂപ്പർ ഈഗോ become rigid and punitive. അത് സൂപ്പർ ഈഗോ വല്ലാതെ റിജിഡോ അല്ലെങ്കിൽ പണിറ്റീവോ ആകുമ്പോൾ പ്രോബ്ലംസ് വിത്ത് ലോ സെൽഫ് കോൺഫിഡൻസ് കുറയുകയും ലോ സെൽഫ് എസ്റ്റീമും ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് ഓഫ് സൂപ്പർ ഈഗോയുടെ 2 കോൺസേൺസ് ആൻഡ് ഈഗോ ഐഡിയൽ എന്ന് പറയുന്ന 2 മേജർ കോമ്പണൻസ്. ഒന്ന് ഗുഡ് ബിഹേവിയറിന് ഫ്രീക്വന്റ് ആയിട്ട് പോസിറ്റീവായിട്ട് റിവാർഡ് ചെയ്യപ്പെടുകയാണ്. നെക്സ്റ്റ് പണിഷ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ബാഡ് ബിഹേവിയറിനെ പണിഷ് ചെയ്യപ്പെടുമ്പോൾ ദ കൺസേൺസ്. ഇതാണ് 2 ടൈപ്സ് സൂപ്പർ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടോപ്പോഗ്രഫി ഓഫ് മൈൻഡ്. അനദർ വൺ ഈസ് ടോപ്പോഗ്രഫി ഓഫ് മൈൻഡ്. കോമ്പണൻസിൽ തന്നെ സൈക്കോഅനലിറ്റിക്കൽ തിയറിയുടെ കോമ്പണൻസിൽ വരുന്നതാണ് ടോപ്പോഗ്രഫി ഓഫ് മൈൻഡ്. ഇതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് നമ്മൾ പറഞ്ഞു. ഫ്രോയിഡ് ക്ലാസിഫൈഡ് ഓൾ ദ മെന്റൽ കണ്ടന്റ്സ് ആൻഡ് ഓപ്പറേഷൻ ഇൻ ടു 3 കാറ്റഗറി. 3 എല്ലാ മെന്റൽ കണ്ടന്റുകളെയും 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓപ്പറേഷൻ ടു 3 കാറ്റഗറീസ്. ഏതൊക്കെയാണ്? ദ കൺസൈൻസ്, ദ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്നുള്ള രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. എന്താണ് ദ കോൺഷ്യസ്? ഇറ്റ് ഇൻക്ലൂഡ് all the memories that remain within individual's awareness. ഇൻഡിവിജ്വലിന്റെ അവയർനെസ്സിലുള്ള എല്ലാ മെമ്മറികൾ ഇൻക്ലൂഡ് all the memories that remain within an individual's awareness. ഇൻഡിവിജ്വൽ അവയർനെസ്സിൽ ഉള്ള എല്ലാ കാര്യങ്ങളെയുമാണ് കോൺഷ്യസ്. ഇതാണ് ഏറ്റവും സ്മാളസ്റ്റ് ഓഫ് 3 കാറ്റഗറി. അഥവാ
നമ്മൾ ഇതിൽ പറഞ്ഞ കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് പ്രീ കോൺഷ്യസിൽ ഏറ്റവും സ്മാളസ്റ്റ് ആണ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ഈവന്റ് ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് ആർ ഈസിലി റിമെമ്പേർഡ്, വളരെ വേഗത്തിൽ റിമെമ്പർ ചെയ്യാൻ കഴിയുന്ന എക്സ്പീരിയൻസ് ഇവന്റുകളെയും ഓർ റിട്രൈവ്ഡ് ആർ കൺസിഡേർഡ് ടു ബി വിത്തിൻ വൺസ് കോൺഷ്യസ് അവയർനെസ്. അത് ഇൻഡിവിജ്വലിന് കോൺഷ്യസ് അവയർനെസ്സിലാണ് ഉണ്ടാവുക. പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് റിട്രൈവ് ചെയ്യാൻ കഴിയുന്നത് എല്ലാം കോൺഷ്യസ് അവയർനെസ്സിലാണ് ഉണ്ടാവുക എന്നുള്ളത്. ഉദാഹരണത്തിന് ടെലിഫോൺ നമ്പറുകൾ, ബർത്ത്ഡേകളൊക്കെ ഈ ഇതിന് ഉദാഹരണമാണ്. അഥവാ കോൺഷ്യസ് മൈൻഡ് ഈ തോട്ട് ടു ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഈഗോ, ഈഗോയുടെ കൺട്രോളിനകത്താണ് കോൺഷ്യസ്. അഥവാ ദ റാഷണൽ ആൻഡ് ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറിൽ റാഷണലോ അല്ലെങ്കിൽ ലോജിക്കലോ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കോൺഷ്യസ് മൈൻഡിലായിരിക്കും. അണ്ടർ ദ കൺട്രോൾ ഓഫ് ഈഗോയുടെ കൺട്രോളിനകത്താണ് കോൺഷ്യസ്നെസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും സ്മാളസ്റ്റ് കാറ്റഗറിയാണ് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, സബ് കോൺഷ്യസിലെ ഏറ്റവും സ്മാളസ്റ്റ് കാറ്റഗറിയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈഗോയുടെ കൺട്രോളിനകത്തുള്ള റാഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഈ പറയപ്പെടുന്ന കോൺഷ്യസ് എന്ന് പറയുന്നത്. ദെൻ കംസ് പ്രീ കോൺഷ്യസ്. എന്താ പ്രീ കോൺഷ്യസ്? ഇത് ഇൻക്ലൂഡ് ഓൾ മെമ്മറീസ് ദാറ്റ് മേ ഹാവ് ബീൻ ഫോർഗോട്ടൻ, മറന്നുപോയ അല്ലെങ്കിൽ ആർ നോട്ട് ഇൻ ദ പ്രസന്റ് അവയർനെസ്, പ്രസന്റ് അവയർനെസ്സിൽ ഇല്ലാത്ത മറന്നുപോയ എല്ലാ തരത്തിലുള്ള മെമ്മറികളും ഇവിടെയാണ്. വിത്ത് അറ്റൻഷൻ, പക്ഷെ വിത്ത് ഒരു കുറച്ച് അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻ റെഡിലി ബി റീകാൾഡ് ഇൻ ടു കോൺഷ്യസ്നെസ്. അഥവാ ഈ പ്രീ കോൺഷ്യസിലുള്ള കാര്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രസന്റ്ലി അവയർനെസ്സിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് കുറച്ച് അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിലോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതാണ് പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത്. ഇത് ഇറ്റ് എൻഹാൻസസ് അവയർനെസ് ബൈ ഹെൽപ്പിംഗ് ടു സപ്രസ് അൺപ്ലസന്റ് അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള മെമ്മറീസ് ഫ്രം ദ കോൺഷ്യസ്നെസ്. ഇതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് നമ്മളെ അവയർനെസ്സിനെ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നു. ബൈ ഹെൽപ്പിംഗ് ടു സപ്രസ് അൺപ്ലസന്റ് അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള മെമ്മറീസ് ഫ്രം കോൺഷ്യസ്നെസ്. അഥവാ നമ്മളുടെ അൺപ്ലസന്റ് ആയിട്ടുള്ള ചില മെമ്മറികൾ ഉണ്ടാവാം, അതിനെ സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള മെമ്മറീസിനെയൊക്കെ കോൺഷ്യസ് മെമ്മറിയിലോട്ട് കൊണ്ടുവരാതെ സപ്രസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്ന് പ്രീ കോൺഷ്യസ് ആണ്. എൻഹാൻസ് അവയർനെസ് ബൈ ഹെൽപ്പിംഗ് ടു സപ്രസ് ദ അൺപ്ലസന്റ് അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള മെമ്മറീസിനെയൊക്കെ സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള മെമ്മറീസിനെയൊക്കെ സപ്രസ് ചെയ്യാനും കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നത് ഈ പ്രീ കോൺഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് തോട്ട് ടു പാർഷ്യലി അണ്ടർ ദ കൺട്രോൾ ഓഫ് സൂപ്പർ ഈഗോ, ഒരു പരിധി വരെ സൂപ്പർ ഈഗോന്റെ കൺട്രോളിലാണ്. വിച്ച് ഹെൽപ്സ് ടു സപ്രസ് അൺആക്സെപ്റ്റബിൾ തോട്ട്സ് ആൻഡ് ബിഹേവിയർ, നമുക്ക് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സും ബിഹേവിയേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന അൺപ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിയർ വൺസ് അല്ലെങ്കിൽ ഡിയർ വൺസ് ആരുടെയെങ്കിലും ഡെത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അൺപ്ലസന്റ് അല്ലെങ്കിൽ മറവിയിലോട്ട് കൊണ്ടുപോകാൻ ഒരു പരിധിവരെ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്നത് ഈ ഇതിന്റെ ഫംഗ്ഷൻ കൊണ്ടാണ് എന്നുള്ളതാണ്. ഇനി ചിലതുണ്ടാവും അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ മെമ്മറീസ് വൺ ഈസ് അണേബിൾ ടു ബ്രിങ് ടു കോൺഷ്യസ് അവയർനെസ്സിലോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത എല്ലാ മെമ്മറീസും അൺകോൺഷ്യസിലായിരിക്കും. ഇത് ലാർജസ്റ്റ് ഓഫ് ത്രീ ടോപ്പോഗ്രഫി ലെവലിലെ ഏറ്റവും ലാർജസ്റ്റ് അൺകോൺഷ്യസ് ആണെങ്കിൽ ഏറ്റവും സ്മാളസ്റ്റ് കോൺഷ്യസ്നെസ് ഏറ്റവും ലാർജസ്റ്റ് അൺകോൺഷ്യസ്നെസ്സും ആയിരിക്കും. ഓക്കെ, ഇതിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽ കൺസിസ്റ്റ് ഓഫ് അൺപ്ലസന്റ് അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള മെമ്മറീസ് ആണ് ദാറ്റ് ഹാവ് ബീൻ റിപ്രസ്ഡ് അല്ലെങ്കിൽ ക്യാൻ ബി റിട്രൈവ്ഡ് ഓൺലി ത്രൂ തെറാപ്പി. പലപ്പോഴും അൺകോൺഷ്യസിനകത്തുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടോ അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള മെമ്മറീസിനെ പലപ്പോൾ അതിൽ റിപ്രസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിട്രൈവ് ചെയ്യാൻ കഴിയും. എങ്ങനെ? ഓൺലി ത്രൂ തെറാപ്പികളിലൂടെയാണ് നമുക്കത് കാണുന്നത്. അഥവാ ഹിപ്നോസിസിലൂടെയോ അല്ലെങ്കിൽ ചില സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡ്യൂസ്ഡ് ഹിപ്നോസിസിലൂടെയൊക്കെയാണ് നമുക്ക് പലപ്പോഴും അവയർനെസ്സിനെ ആൾട്ടർ ചെയ്തുകൊണ്ടൊക്കെയാണ് നമുക്കിതിനെ റിപ്രസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റീസ്ട്രക്ചർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും കോൺഷ്യസിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നത് തെറാപ്പികളിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള തെറാപ്പികളിലൂടെ ഒക്കെയാണ് എന്നുള്ളതാണ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പലപ്പോഴും എമർജസ് ഇൻ ഡ്രീംസ്, പലപ്പോഴും ഡ്രീംസിലൂടെ എമർജ് ചെയ്യുന്നത് അൺകോൺഷ്യസ് മെറ്റീരിയൽ ആണ്.
അല്ലെങ്കിൽ സീമിംഗ്ലി ഇൻകോംപ്രിഹെൻസിബിൾ ബിഹേവിയർ അല്ലെങ്കിൽ കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സും ഒക്കെ പലപ്പോഴും നമുക്ക് റിപ്രസ്ഡ് ആയിട്ടുള്ള ഡ്രീമുകൾ ഇതൊക്കെ എമേർജ് ചെയ്യും അൺകോൺഷ്യസ് മെറ്റീരിയലിലൂടെ എന്നുള്ള സ്ലിപ്പ് ഓഫ് ടങ് ഒക്കെ പലപ്പോഴും ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കൺസെപ്റ്റിൽ പറയാൻ. അൺകോൺഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ലിപ്പ് ഓഫ് ടങ് ആയിട്ടും ഡ്രീം ആയിട്ടും ഒക്കെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അനദർ വൺ ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റിയുടെ ഡൈനാമിക്സ് ഏതൊക്കെയാണ്? ഫ്രോയിഡ് ബിലീവ് ചെയ്യുന്നത് സൈക്കിക് എനർജിയാണ് ഇസ് എ ഫോഴ്സ് ഓർ ഇമ്പെക്സ് റിക്വയർഡ് ഫോർ ദ മെന്റൽ ഇൻഡിവിജ്വലിന്റെ മെന്റൽ ഫങ്ഷനിങ്ങിന് ഉള്ള ഫോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സൈക്കിക് എനർജി ആയിട്ടാണ് ഫ്രോയിഡിന്റെ തിയറി എല്ലാം പറയുന്നത് എല്ലാം ഈ സൈക്കിക് എനർജി ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഫ്രോയിഡിന്റെ കോൾഡ് ദ സൈക്കിക് എനർജി അല്ലെങ്കിൽ ഓർ ദ ഡ്രൈവ് ടു ഫുൾഫിൽ ദ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് സച്ച് ആസ് ഹങ്കർ, തേഴ്സ്റ്റ് ആൻഡ് സെക്സ്, ഇതിനെയൊക്കെ അല്ലെങ്കിൽ ആ സൈക്കിക് എനർജിയെ ലിബിഡോ എന്നുള്ള രീതിയിലാണ് ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സൈക്കിക് എനർജിയെ സിഗ്മണ്ട് ഫ്രോയിഡ് അതിനെ വിളിച്ചിട്ടുള്ളത് ലിബിഡോ എന്നുള്ളതാണ്. അഥവാ നമ്മുടെ ഫുൾഫിൽ ചെയ്യാവുന്ന ഡ്രൈവ് ടു ഫുൾഫിൽ ദ ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഡ്രൈവുകളെ, നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഫിസിയോളജിക്കൽ ഡ്രൈവുകളെയും ഫുൾഫിൽ ചെയ്യാനുള്ള ഡ്രൈവ് ആയിട്ട് പറയുന്നത് ഈ സൈക്കിക് എനർജിയാണ് അല്ലെങ്കിൽ ഈ ലിബിഡിനൽ എനർജിയാണ്. അഥവാ നമ്മളെ ഹങ്കർ ആവാം, അല്ലെങ്കിൽ നമ്മളെ തേഴ്സ്റ്റ് ആവാം, അല്ലെങ്കിൽ സെക്സ് ആവാം. ഇതൊക്കെ ഇത്തരത്തിലുള്ളതിൻ്റെയൊക്കെ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ലിബിഡോ എന്ന് പറയുന്ന സൈക്കിക് എനർജിയാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഡൈനാമിക്സിൽ പറയുന്നത്? അതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ 2 ടേമുകളുണ്ട്, കത്തക്സിക്സ് ആൻഡ് ആന്റി കത്തക്സിസ് എന്ന് പറഞ്ഞ 2 ടേമുകൾ. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ ഫോഴ്സ് വിത്തിൻ ദ ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇഡിലും ഈഗോയിലും സൂപ്പർ ഈഗോയിലും ഉള്ള ഫോഴ്സുകളാണ് കത്തക്സിസ് ആൻഡ് ആന്റി കത്തക്സിസ് എന്ന് പറയുന്നത്. ഇത് കത്തക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഇഡ് ഇൻവെസ്റ്റ് എനർജി. കത്തക്സിസ് ഇസ് എ പ്രോസസ്, ഒരു പ്രോസസ് ആണ് which the id invest energy into an object in an attempt to achieve gratification. ഒരു ഇഡ് എനർജി ഇൻവെസ്റ്റ് ചെയ്യാണ് എന്തിനെ? ഒബ്ജക്റ്റിലോട്ട് ഇൻ ആൻ അറ്റംപ്റ്റ് ടു അച്ചീവ് ഒരു ഗ്രാറ്റിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് കത്തക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആന്റി കത്തക്സിസ് എന്ന് പറയുന്നത് യൂസ് ഓഫ് സൈക്കിക് എനർജി. സൈക്കിക് എനർജി യൂസ് ചെയ്യുന്ന സൈക്കിക് എനർജിയാണ്. ദ ഈഗോ യൂസ് ചെയ്യുന്ന സൈക്കിക് എനർജിയാണ്. ആൻഡ് സൂപ്പർ ഈഗോ ടു കൺട്രോൾ ദ ഇഡ് ഇമ്പൾസ്. ഇഡ് ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാൻ ഈഗോയോ അല്ലെങ്കിൽ സൂപ്പർ ഈഗോയോ യൂസ് ചെയ്യുന്ന സൈക്കിക് എനർജിയെയാണ് ആന്റി കത്തക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഇഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് കത്തക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോയിഡ് ബിലീവ് ചെയ്യുന്നത് is an imbalance between the cathexis and anti-cathexis. Anti-cathexisന്റെയോ കത്തക്സിസിന്റെയും ഇംബാലൻസ് ആണ് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്നത്, ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്. ഇൻഡിവിജ്വലിനകത്ത് ആങ്സൈറ്റിയും ടെൻഷൻസും അതുപോലത്തെ കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടാകുന്നത് ഈ കത്തക്സിസും അല്ലെങ്കിൽ ആന്റി കത്തക്സിസും തമ്മിലുള്ള ഇംബാലൻസ് ആണ്. അതല്ലെങ്കിൽ ഈഗോയുടെയും സൂപ്പർ ഈഗോയുടെയും ഇഡിന്റെയും ഇടയിലുള്ള ഇംബാലൻസ് ആണ് ടെൻഷൻസും ആങ്സൈറ്റിയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നത്. ഫ്രോയിഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 5 സ്റ്റേജസ് ആയിട്ടാണ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റൽ തിയറിയാണ്. 5 സ്റ്റേജസ് ഉണ്ട് എന്നാണ്. ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ് ബർത്ത് ടു 18 months, ജനനം മുതൽ 18 മാസം വരെയാണ് ഓറൽ സ്റ്റേജ്. ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത് 18 മാസം മുതൽ 3 വർഷം വരെയാണ്. ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെ. ലേറ്റൻസി 6 മുതൽ 12 വയസ്സ് വരെ. ജെനിറ്റൽ സ്റ്റേജ് 13 മുതൽ 20 വയസ്സ് വരെയാണ്. ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിലെ ഇൻഡിവിജ്വലിന്റെ 5 സ്റ്റേജസ്: ഓറൽ, anal, phallic, latency, genital. Oral, anal, phallic, latency and genital stage. Okay.
ഇതിൽ ഓറൽ സ്റ്റേജിൽ ഇതിൽ മെയിൻലി റിലീഫ് ഫ്രം ആങ്സൈറ്റി ത്രൂ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വലിന്റെ ഏറ്റവും ഗ്രാറ്റിഫിക്കിംഗ് ഓർഗൻ റിലീഫ് ഗ്രാറ്റിഫിക്കേഷൻ ഓറൽ നീഡ്സ് എന്ന് പറയുന്നത് ആങ്സൈറ്റിയിൽ നിന്ന് റിലീഫ് ചെയ്യണമെങ്കിൽ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ആണ് വളരെ പ്രധാനം. അതായത് ഓറൽ അല്ലെങ്കിൽ മൗത്ത് ആണ് പ്രിൻസിപ്പൽ ഓർഗൻ ഡ്യൂറിങ് ദി സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ, 18 monthsലെ ആനുവൽ സ്റ്റേജ് ഇതിൽ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയും. ബിഹേവിയർ ഓറൽ സ്റ്റേജിൽ 10 മുതൽ 18 വയസ്സ് വരെ ഉള്ളതിൽ ബിഹേവിയർ ഈസ് ഡയറക്റ്റഡ് ബൈ ദ ഇഡ് ആണ് ഇവിടെ ഡയറക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ആ സമയത്ത് എന്താണോ ഇൻഡിവിജ്വൽ പാലാണോ അല്ലെങ്കിൽ മിൽക്ക് എന്താണോ ആ സമയത്ത് അത് ഉടനെ ഗ്രാറ്റിഫൈ ചെയ്യുക. ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ സ്റ്റേജിൽ പ്രധാനമായിട്ടും പ്രിൻസിപ്പൽ ഗ്രാറ്റിഫിക്കിംഗ് ഓർഗൻ എന്ന് പറയുന്നത് മൗത്ത് ആയിരിക്കും. ഗോൾ ഈസ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വലിന്റെ നീഡ്സുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്രാറ്റിഫൈ ചെയ്യണം. ഫോക്കസ് എനർജി ഫോക്കസ് ചെയ്യുന്നത് മൗത്തിലാണ്. അതുപോലെ തന്നെ ബിഹേവിയേഴ്സ് മെയിൻലി അവിടെയുള്ള ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് സക്കിംഗ്, ചീവിങ് ആൻഡ് ബൈറ്റിംഗ്. ഇതൊക്കെയാണ് ഇൻഡിവിജ്വലിന്റെ മെയിൻ ബിഹേവിയേഴ്സ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം നമ്മൾ ഫിക്സേഷൻ എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഡിഫൻസ് മെക്കാനിസം ചില സമയത്ത് ഇൻഡിവിജ്വൽ ഇസ് ഫിക്സഡ് അറ്റ് ദിസ് സ്റ്റേജ്, ഈ സ്റ്റേജിൽ ഫിക്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഫിക്സ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ് പലപ്പോഴും മൗത്ത് സക്കിങ് പോലെയുള്ളതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള ആ സ്റ്റേജിൽ ഓറൽ നീഡ്സ് കൃത്യമായി മീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പലപ്പോഴും തം സക്കിങ് പോലെയുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഫിക്സിങ് അറ്റ് ഓറൽ സ്റ്റേജ്. ഓക്കെ, ദെൻ ആനുവൽ സ്റ്റേജ് 18 to 3 years ആണ്. ഇവിടെ മേജർ ടാസ്ക് ആനുവൽ സ്റ്റേജിൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൺട്രോളും വിത്ത് പെർട്ടിക്കുലർ ഫോക്കസ് ഓഫ് എക്സ്ക്രീറ്ററി. മെയിൻലി എക്സ്ക്രീറ്ററി ഫംഗ്ഷനിൽ കൂടുതൽ ഇൻഡിപെൻഡൻസും കൺട്രോളും ഡെവലപ്പ് ചെയ്യുക, ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് മേജർ ടാസ്ക് ഈ സ്റ്റേജിൽ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ ടോയ്ലറ്റ് ട്രെയിനിങ് പോലെയുള്ളതൊക്കെ വളരെ ഹാഴ്സായി കഴിഞ്ഞാൽ പലപ്പോഴും ഇൻഡിവിജ്വലിന് OCD പോലെയുള്ളതൊക്കെ ഉണ്ടാവാം എന്നുള്ളതാണ് ആനുവൽ സ്റ്റേജിന്റെ പ്രത്യേകത. ദെൻ കംസ് ഫേലിക് സ്റ്റേജ്. 3 മുതൽ 6 വയസ്സ് വരെയാണ് 3 to 6 years. ഇതിൽ ഫോക്കസ് ഓഫ് എനർജി ഷിഫ്റ്റ് ഫ്രം ദി ജെനിറ്റൽ ഏരിയയിൽ നിന്ന് എനർജി ഒന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഫോക്കസ് ഓഫ് എനർജി ഷിഫ്റ്റിംഗ് ടു ദ ജെനിറ്റൽ ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഈ സ്റ്റേജിലാണ് ഡിസ്കവറി ഓഫ് difference between gender results in heightened interest in the sexuality of self and others. അഥവാ സ്വന്തം സെക്ഷുവാലിറ്റി എന്താണ്, അതേഴ്സിന്റെ മറ്റുള്ളവരുടെ സെക്ഷുവാലിറ്റി എന്താണ് എന്നൊക്കെ അതിലൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും ജെൻഡറുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ ചെറിയ രീതിയിൽ ഡിസ്കവറി ചെയ്യുന്നതൊക്കെ ഈ സ്റ്റേജിലാണ്. 3 to 6 years ആണ്. ഓക്കെ, ഫ്രോയിഡ് ഈ തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് ഈ സ്റ്റേജിലാണ്. ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും മെയിൽസിൽ ഈഡിപ്പസ് കോംപ്ലക്സും ഫീമെയിൽസിൽ ഇലക്ട്രാ കോംപ്ലക്സ് ഫീമെയിൽസ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാലിക് സ്റ്റേജിൽ പറയുന്നതാണ് ഹി ഡിസ്ക്രൈബ്ഡ് ദിസ് ആസ് എ ചൈൽഡ് അൺകോൺഷ്യസ് ഡിസയർ ടു എലിമിനേറ്റ് ദ പാരന്റ് ഓഫ് ദി സെയിം ജെൻഡർ and to possess the parent of the opposite gender for himself or herself. അഥവാ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞ ഈഡിപ്പസ് കോംപ്ലക്സ് മെയിൽസിൽ ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടാവും. അഥവാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡിന്റെ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിസയർ എന്തിന് ടു എലിമിനേറ്റ് ദ പാരന്റ് ഓഫ് ദി സെയിം ജെൻഡർ പാരന്റിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഡിസയർ. ആൻഡ് ടു പൊസസ് ദ പാരന്റ് ഓഫ് ഓപ്പോസിറ്റ് ജെൻഡർ, അത് ഓപ്പോസിറ്റ് ജെൻഡർ പാരന്റിനെ കൂടുതൽ പൊസസ് ചെയ്യാനുള്ള ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിസയർ ആണ് ഈഡിപ്പസ് ആൻഡ് ഇലക്ട്രാ കോംപ്ലക്സ്. മെയിൽസിൽ ഈഡിപ്പസും ഫീമെയിൽസിൽ ഇലക്ട്രാ കോംപ്ലക്സും. ലേറ്റൻസി സ്റ്റേജ് അല്ലെങ്കിൽ 6 മുതൽ 12 വയസ്സ് വരെയാണ്. ഇതിൽ എലമെന്ററി സ്കൂൾ ഇയേഴ്സ് ആണ്. ഫോക്കസ് എനർജി എന്ത് ചെയ്യും, ഈഗോ സെൻട്രിസം ടു വൺ ഓഫ് ദ മോർ ഇൻട്രസ്റ്റ് ഇൻ ദ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ലേണിംഗും സോഷ്യലൈസേഷൻ വിത്ത് പിയേഴ്സ്, ഇതൊക്കെയാണ് ഈ സ്റ്റേജിൽ ഉണ്ടാവുക. മറ്റുള്ളതൊക്കെ ഒരു ഈഗോ സെൻട്രിക് നേച്ചർ ആണെച്ചെങ്കിൽ ഇത് ഒന്നുകൂടെ ഒരു സോഷ്യലൈസേഷൻ തലത്തിലോട്ട് ബാക്കിയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലും ലേണിംഗിലും അതുപോലെ തന്നെ ബാക്കിയുള്ള പിയേഴ്സുമായിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ ഒക്കെ ഈ സ്റ്റേജിൽ കൂടുതൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സെക്ഷുവാലിറ്റി ഈ സമയത്ത് ആബ്സെന്റ് ആണ് ഈ പീരിയഡിൽ, ബട്ട് റിമെയിൻ ഒബ്സ്ക്യൂർ ആണ് ആൻഡ് ഇംപെർസിപ്റ്റബിൾ ടു അതേഴ്സ്. ബാക്കിയുള്ളവർക്ക് പ്രത്യേകം മനസ്സിലാവാത്ത സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക, പക്ഷെ ആബ്സെന്റ് ആണ്, നോട്ട് ആബ്സെന്റ്. സെക്ഷുവാലിറ്റി ഇസ് നോട്ട് ആബ്സെന്റ് അല്ല, പക്ഷെ അത് ചാനലൈസ് ചെയ്യപ്പെടുകയാണ് ഇതിൽ ഉണ്ടാവുന്നത്. ചിൽഡ്രൻ ഓഫ് ദിസ് ഏജ് ഷോ ഡിസ്റ്റിങ്ക്റ്റ് പ്രിഫറൻസ് ഫോർ സെയിം ജെൻഡർ റിലേഷൻഷിപ്പിലാണ് ഈ സമയത്ത് കൂടുതലും കുട്ടികൾ ഫോക്കസ് ഉണ്ടാവുക. ഈവൻ റിജക്റ്റിംഗ് ദ മെമ്പർ ഓഫ് ഓപ്പോസിറ്റ് ജെൻഡറിനെ
കൂടുതൽ സമയം റിജക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്താണ് കുട്ടികൾ പലപ്പോഴും ആൺകുട്ടികളുടെ ഒരു കൂട്ടം, പെൺകുട്ടികളുടെ ഒരു കൂട്ടം എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആൺകുട്ടികളുടെ കൂട്ടത്തിലോട്ട് പെൺകുട്ടികളെ കൂട്ടുകൂടാത്ത അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ഒക്കെ റിജക്ട് ഓപ്പോസിറ്റ് ജെൻഡറിനെ റിജക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ഈ പറയപ്പെടുന്ന സ്റ്റേജ് 6 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ജെനിറ്റൽ സ്റ്റേജ് 13 മുതൽ 20 വയസ്സ് വരെയുള്ള അതിൽ മെച്യൂറിങ് ജെനിറ്റൽ ഓർഗൻസ് ഒന്നുകൂടെ മെച്യൂർഡ് ആവുന്നു. ലിബിഡിനൽ ഡ്രൈവ് അല്ലെങ്കിൽ സെക്ഷൽ എനർജി ഒന്നുകൂടെ അവൈക്കൻ ചെയ്യാണ് ഇവിടെ ഉണ്ടാകുന്നത്. റിലേഷൻഷിപ്പ് ഒന്നുകൂടെ ഫോക്കസ്ഡ് ആണ് വിത്ത് മെമ്പർ ഓപ്പോസിറ്റ് ജെൻഡർ റിലേഷൻഷിപ്പുമായിട്ട് ഒന്നുകൂടെ ഒരു ഫോക്കസ് ഡെവലപ്പ് ചെയ്യുന്നു. സെലക്ടിങ് ഒരു മെയ്റ്റിനെ സെലക്ട് ചെയ്യാനൊക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ ആ സ്റ്റേജിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു അനദർ എക്സാമ്പിൾ ദാറ്റ് ഈസ് the part of mind that distinguishes right from wrong and act as a sensor of behavior is known as id, ego, superego and libido. ഇതില് part of the mind that distinguishes right from wrong and act as a sensor of behavior is known as id ആണോ, ഈഗോ ആണോ, സൂപ്പർ ഈഗോ ആണോ, ലിബിഡോ ആണോ, ഏതാണ് റൈറ്റ് ഓർ റോങ് എന്നുള്ള രീതിയിൽ അതിനെ ഡിസ്റ്റിങ്ക്യൂഷൻ മൈൻഡിനെ ഇതാക്കുന്നത് ഏതാണെന്നുള്ളതാണ്. ഈഗോ ആണോ, ഇഡ് ആണോ, സൂപ്പർ ഈഗോ ആണോ, ലിബിഡോ ആണോ? എനി ഗസ്? ഈഗോ. ഓക്കെ, സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ സ്പീഡിൽ പോവാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ സമയം സൂപ്പർ ഈഗോ ആണ്. നമുക്കറിയാം സൂപ്പർ ഈഗോ ആണ്. അത് ഒന്നുകൂടെ ഒരു മോറൽ സൈഡിൽ മോറൽ പ്രിൻസിപ്പിൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് സൂപ്പർ ഈഗോയിലാണ്. മറ്റേ ഈഗോ റാഷണൽ ആണ്, പക്ഷെ ഇഡ് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, സൂപ്പർ ഈഗോ ആണ് ഒരു മൊറാലിറ്റി പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് പറഞ്ഞത്. അതാണ് റൈറ്റ് ടു റോങ് എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി പ്രൊഡ്യൂസ്ഡ് ബൈ എറിക്സൺ 1902 to 1994 വരെയാണ് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജുകളാണ്. ഇൻഫൻസി, ബർത്ത് ടു 18 months ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ്, ഓക്കെ, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അതായത് ഡെവലപ്പ് ബേസിക് ട്രസ്റ്റ് ഇൻ മദറിംഗ് ഫിഗർ ആൻഡ് ടു ഏബിൾ ടു ജനറലൈസ് ടു അതേഴ്സ്. അഥവാ ഇവിടെ ട്രസ്റ്റ് ആണ് ഡെവലപ്പ്. അഥവാ ഇൻഡിവിജ്വലിന്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സുകൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മദറിംഗ് ഫിഗറുമായിട്ട് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ആ നീഡ്സ് അഥവാ പ്രത്യേകിച്ച് നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ മിസ്ട്രസ്റ്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. അഥവാ ഇൻഫൻസി സ്റ്റേജിൽ 0 to 18 മാസം വരെയുള്ള സമയത്താണ് ഇൻഫൻസി സ്റ്റേജ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറിംഗ് ഫിഗർ കുട്ടിയുടെ എല്ലാ നീഡ്സും മീറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ഏർലി ചൈൽഡ്ഹുഡ് അഥവാ 18 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. അഥവാ ഗെയിൻ സം സെൽഫ് കൺട്രോൾ കുറച്ച് ഡെവലപ്പ് ചെയ്യണം. ഇൻഡിപെൻഡൻസും എല്ലാം എക്സസൈസ് ചെയ്ത് തുടങ്ങും വിത്തിൻ ദി എൻവയോൺമെന്റ്. ആ എൻവയോൺമെന്റിൽ തന്നെ ഇത് കൃത്യമായി കൺട്രോളും ഇൻഡിപെൻഡൻസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോണോമി ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഷെയിം ആൻഡ് ഡൗട്ടാണ്. ഒരു ഉദാഹരണത്തിന് ഈ പീരിയഡിൽ നമുക്കറിയാം കുട്ടികൾ പലപ്പോഴും ചെറിയ നമ്മൾ സ്റ്റെയർ കേസ് ഒക്കെ 1-2 സ്റ്റെപ്പൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടും ഇതൊക്കെ ഇങ്ങനെ കയറി തുടങ്ങും. ഈ സമയത്ത് ഇൻഡിവിജ്വൽ അയാളുടെ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കൺട്രോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നു, ഇൻഡിപെൻഡൻസ് മെല്ലെ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഓട്ടോണോമി ഡെവലപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ ഷെയിമും ഡൗട്ടും ആണ്. അഥവാ ഉദാഹരണത്തിന് കുട്ടി നമുക്കറിയാം സ്റ്റെയർ കേസിൽ ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് കയറാൻ ശ്രമിക്കും. 2-3 സ്റ്റെപ്പ് 3 സ്റ്റെപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ കയറി തുടങ്ങും. ഇത് കാണുന്ന സമയത്ത് മദറിംഗ് ഫിഗറിൽ പേടി വരും. മദറിംഗ് ഫിഗർ അയ്യോ വീഴില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അമ്മ കുട്ടിയെ എടുത്ത് താഴോട്ട് കൊണ്ടുവരും. ചിലപ്പോ ഒന്ന് മെല്ലെ ഒരു അടിയും കൊടുക്കും. എന്താ അവിടെ അങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ വീണ് പോവും, മുറിവാകും എന്നൊക്കെ അമ്മ കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇത് പലപ്പോഴും കുട്ടിയുടെ ആ ഒരു സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ആ ഇൻഡിപെൻഡൻസ് എക്സസൈസ് ചെയ്യാനുള്ള കുട്ടിയുടെ ശ്രമത്തെ തടയാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്ത ഒരു രീതിയിൽ ഷെയിമും ഡൗട്ടും ഒക്കെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോണോമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ് ആവാൻ പാടില്ല. അഥവാ കുട്ടിക്ക് ആ കുട്ടിയുടെ
കൺട്രോൾ, ഇൻഡിപെൻഡൻസും എക്സസൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതാണ് പാരന്റ് എന്ന് പറയുന്നത്. പാരന്റിങ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ആവശ്യമായിട്ട് ആ കുട്ടി മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് ആ കുട്ടിയെ വീഴാതെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓട്ടോണോമി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അഥവാ ഗെയിനിങ് സൺ കൺട്രോൾ, ഓട്ടോണോമി, ഷെയിം ആൻഡ് ഡൗട്ട്. ലൈറ്റ് ചൈൽഡ്ഹുഡിൽ 3 to 6 years ആണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. അഥവാ ഇനീഷ്യേറ്റീവ് ഡെവലപ്പ് എ സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് എബിലിറ്റി ടു ഇനീഷ്യേറ്റ് ആൻഡ് ഡയറക്റ്റ് ഓൺ ആക്ടിവിറ്റി. ഇൻഡിവിജ്വൽ സ്വന്തം നിലക്ക് തന്നെ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്വന്തം നിലക്ക് ഇനീഷ്യേറ്റീവ്നെസ് അല്ലെങ്കിൽ സ്വന്തം നിലക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിന് സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇനീഷ്യേറ്റീവ്നെസ് ഡെവലപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ഗിൽട്ടാണ്, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ ഗിൽട്ട് ഫീലിംഗ് ആണ്, എനിക്ക് അതിന് കഴിയൂല എന്നുള്ള ഒരു ഗിൽട്ടി ഫീലിംഗ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുക. ഇനി സ്കൂൾ ഏജിൽ 6 മുതൽ 12 വയസ്സ് വരെയുള്ള സ്കൂൾ ഏജ്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, അഥവാ ടു അച്ചീവ് എ സെൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ബൈ ലേണിംഗ്, കോമ്പീറ്റിംഗ്, performing successfully and receiving recognition from significant others, peers and acquaintance. അതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയർ. അഥവാ ഇവിടെ നമുക്കറിയാം ഈ സമയത്താണ് കുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളും പല കണ്ടെത്തലുകളും പല കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ പലതും കുട്ടി ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് അമ്മ അല്ലെങ്കിൽ പാരന്റിങ് ഫിഗർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ മോട്ടിവേറ്റ് ചെയ്യണം. അതിന്റെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രിയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അഥവാ എനിക്കൊരു കഴിവില്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോലെയുള്ളത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. 6 to 12 years. Adolescent period 12 to 20 years ആണ് identity versus role confusion. Integrate the task mastered in the previous stage into secure sense of self. അഥവാ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇൻഡിവിജ്വൽ സ്വന്തം ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയേണ്ടത്. അഥവാ റോൾ കൺഫ്യൂഷൻസ് ആണ് പലപ്പോഴും ഡെവലപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അഥവാ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന് എന്ന് പറയുന്നത് ഐഡന്റിറ്റി. അഥവാ നമുക്കറിയാം അഡോളസെന്റ് പീരിയഡിൽ വല്ലാത്തൊരു ക്രൈസിസ് പീരിയഡ് ആണ് അഡോളസെന്റ് പീരിയഡ് എന്ന്. ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയാം. ഇത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഐഡന്റിറ്റി, റോൾ കൺഫ്യൂഷൻ. അഥവാ കുട്ടിയോട് അമ്മ പറയാണ് എന്താണ് കുട്ടിയുടെ അനിയത്തിമാരോട് അല്ലെങ്കിൽ അനിയന്മാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അമ്മ കുട്ടിയോട് പറയാണ്, നീ ഇത്രയും വലുതായില്ലേ, ഇത്രയും വലിയ കുട്ടിയായില്ലേ, ഇപ്പോഴും ചെറിയ കുട്ടികളോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നത് എന്താ? ഓ, ഞാൻ വലിയ ആളായി എന്നുള്ള ഒരു ബോധ്യമായിരിക്കും. അതേ സമയത്ത് തന്നെയായിരിക്കും മുതിർന്നവർ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിലോട്ട് കടന്നു വരുന്ന ഇതേ കുട്ടി കടന്നു വരുന്ന സമയത്ത് ഈ കുട്ടി അവിടെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് ഇതേ അമ്മ തന്നെ പറയാണ്, എന്താ കുട്ടികൾക്ക് മുതിർന്നവർക്കിടയിലുള്ള കാര്യം എന്ന് കുട്ടിയോട് ഇതേ കാര്യം പറയുന്ന സമയത്ത് കുട്ടിക്ക് അവിടെ ഉണ്ടാകുന്നത് റോൾ കൺഫ്യൂഷൻ ആണ്. അഥവാ കുട്ടിയുടെ ഐഡന്റിറ്റിയെ അഡ്രസ് ചെയ്യാൻ മദറിങ് ഫിഗറിന് കഴിയുകയാണെങ്കിൽ അവിടെ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഉണ്ടാകുന്നത് അതിനെ കൃത്യമായി കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ റോൾ കൺഫ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യും. ദെൻ കംസ് യങ് അഡൾട്ട്ഹുഡ് അല്ലെങ്കിൽ 20 to 30 years. ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇവിടെയാണ് പലപ്പോഴും നമ്മളുടെ മാരേജും നമ്മളുടെ പാർട്ട്ണറെ കണ്ടെത്തുന്നതും ഒക്കെ അത് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്റിമസി ഡെവലപ്പ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുക. അഡൾട്ട്ഹുഡ് 30 to 65 years ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. അഥവാ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സ്റ്റാഗ്നേറ്റഡ് ആയിരിക്കും ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ, നമുക്ക് ഫ്യൂച്ചർ ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജിലോട്ട്. ഓൾഡ് ഏജിൽ ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ ആണ്. ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. അഥവാ അയാളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ എല്ലാം നേടി എന്നുള്ള ഒരു ബോധ്യം ഇൻഡിവിജ്വലിനുണ്ടെങ്കിൽ ഈഗോ ഇന്റഗ്രിറ്റി ആണ്. അല്ല, എനിക്ക് ഇനിയും എന്റെ കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ, എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ഫീലിംഗ് ആണ് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് എങ്കിൽ, ആളിൽ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെസ്പെയർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അഥവാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശമാണ് ഈഗോ ഇന്റഗ്രിറ്റി, നെഗറ്റീവ് ആയിട്ടുള്ള വശമാണ് ഡെസ്പെയർ എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഒന്ന് സ്പീഡിൽ പോവാണ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അനദർ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് ജീൻ പിയാഷെ സ്റ്റേജ്. മെയിൻലി സെൻസോറി മോട്ടോർ അല്ലെങ്കിൽ 0 to 2 years ആണ് സെൻസോറി മോട്ടോർ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് 2 to 6 years. കോൺക്രീറ്റ് ഓപ്പറേഷൻ ആണ് 6 to 12 years. ഫോർമൽ ഓപ്പറേഷൻ ആണ് 12 to 15 years ആൻഡ് ബിയോണ്ട്. ഇതാണ് സെൻസോറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷൻ, ഫോർമൽ ഓപ്പറേഷൻ. ഇത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ്. ഇതിൽ
അനദർ തിയറിയാണ് മോറൽ ഡെവലപ്മെന്റൽ തിയറി. ഇതിൽ മോറൽ ഡെവലപ്മെന്റൽ തിയറി ലെവൽ 1, ലെവൽ 2 എന്നുള്ള രീതിയിലാണ്. ലെവൽ 1 എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ ലെവൽ, സെൽഫ് സെന്റേർഡ് ഓറിയന്റേഷൻ, അല്ലെങ്കിൽ അത് 5 മുതൽ 10 വയസ്സ് വരെയുള്ള ഒരു സ്റ്റേജിലാണ് ഈ സെൽഫ് സെന്റേർഡ് ഓറിയന്റേഷൻ ഉണ്ടാവുക. ലെവൽ 2 എന്ന് പറയുന്നത് കൺവെൻഷണൽ ലെവൽ, അല്ലെങ്കിൽ ഏജ് 10 to 13 ഇയേഴ്സ് ആണ് കൺവെൻഷണൽ ലെവൽ. ഇത് തന്നെ ഇന്റർപേഴ്സണൽ കൺകോർഡൻസ് ഓറിയന്റേഷൻ, ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ എന്നൊക്കെ പറയും. അഥവാ ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അഥവാ ആദ്യത്തതിൽ സെൽഫ് സെന്റേർഡ് ആയിരിക്കും, ഇൻഡിവിജ്വൽ സെന്റേർഡ് ആണ് ഈ മോറൽ ഡെവലപ്മെന്റ് ആവാം. ദെൻ നെക്സ്റ്റ് വൺ ഒന്നുകൂടെ കൺവെൻഷണൽ ലെവൽ, 10 മുതൽ 13 വയസ്സ്. അതിൽ ഇന്റർപേഴ്സണൽ കൺകോർഡൻസ് ഓറിയന്റേഷൻ, അഥവാ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാകുന്ന കുറെ ഡെവലപ്മെന്റ് ആണ്. ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ, ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമങ്ങളും അങ്ങനെയുള്ള നിയമങ്ങൾ, ട്രാഫിക് റൂൾസ്, അതൊക്കെ അത്തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ ആണ് ലെവൽ. അത് 10 മുതൽ 13 വയസ്സ് വരെയാണ്. ലെവൽ 3 എന്ന് പറയുന്നത് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ, 13 വയസ്സിന് മുകളിൽ. ഇത് ഒന്നുകൂടെ ഒരു മൊറാലിറ്റിയുടെ ഡെവലപ്മെന്റിൽ സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ ഒക്കെ ഉണ്ടാവും. യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ, അതായത് സ്പിരിച്വാലിറ്റി പോലെ ആസ്പെക്ട്സ് ഒക്കെ കൂടുതലും ക്ലാരിറ്റി വരിക ഈ ഒരു സ്റ്റേജ്. യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളിന്റെ ബേസ് ചെയ്തിട്ടൊക്കെയുള്ള മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് ഈ രീതിയിലാണ് ഇതിനെ മൂന്നായിട്ട് ലെവൽ 1 പ്രീ കൺവെൻഷണൽ, ലെവൽ 2 കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതർ തിയറീസ്, ഡെവലപ്മെന്റൽ തിയറീസിൽ തന്നെ പറയുന്നുണ്ട്. ഹ്യൂമനിസ്റ്റിക് തിയറി, കാൾ റോജേഴ്സിന്റെ ഹ്യൂമനിസ്റ്റിക് തിയറി ഉണ്ട്. അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഉണ്ട്. ഒബ്ജക്ട് റിലേഷൻ തിയറി ബൈ എലിസബത്ത് മഹ്ലർ ഉണ്ട്. പെപ്ലോയുടെ ഇന്റർപേഴ്സണൽ തിയറി ഉണ്ട്. അതുപോലെ തന്നെ ബിഹേവിയറൽ തിയറി ബൈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ബൈ ഇവാൻ പാവ്ലോ, ഓപ്പറന്റ് കണ്ടീഷനിങ് ബൈ PF സ്കിന്നർ. ഇതൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വേരിയസ് ആയിട്ടുള്ള തിയറീസ് ആണ്. ഓക്കെ, ഇത് നമുക്കറിയാം മാസ്ലോന്റെ എന്താണ് നമ്മളെ എബ്രഹാം മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. അതിൽ ഫിസിയോളജിക്കൽ നീഡ്സ്, ബേസിക് നീഡ്സ് വരുന്നതാണ്. സേഫ്റ്റി നീഡ്സും ഫിസിയോളജിക്കൽ നീഡും ഇത് ഓരോ സ്റ്റേജ് കടന്നു പോകണമെങ്കിലും ആദ്യത്തെ സ്റ്റേജ് മീറ്റ് ചെയ്യണം. അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ സേഫ്റ്റി നീഡ്സിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. സേഫ്റ്റി നീഡ്സും ഇത് രണ്ടും മീറ്റ് ചെയ്ത ആൾക്ക് ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ ലവ് നീഡ്സിലോട്ട് പോവുള്ളൂ. ഇത് കഴിഞ്ഞവർക്ക് സെൽഫ് എസ്റ്റീം നീഡിലോട്ട് പോവുള്ളൂ. ഇതും ആക്ച്വലൈസ് ചെയ്യുമ്പോഴാണ് മാത്രമാണ് സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട് പോകുള്ളൂ. ഇതാണ് സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്. സെൽഫ് എസ്റ്റീം നീഡ്സും ബിലോങ്ങിങ്നെസ് നീഡുമാണ് സൈക്കോളജിക്കൽ നീഡ്സ്. ബേസിക് നീഡ്സിൽ വരുന്നതാണ് സേഫ്റ്റി നീഡ്സും ഫിസിയോളജിക്കൽ നീഡ്സും. ഓക്കെ, ദെൻ പെപ്ലോയുടെ ഇന്റർപേഴ്സണൽ തിയറി അനുസരിച്ചിട്ട് ലേണിംഗ് ടു ഇൻഫൻസി, ടോഡ്ലർഹുഡ്, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ് ആണ്. ഇൻഫൻസി സ്റ്റേജിൽ ലേൺ ടു കൗണ്ട് ഓൺ അതേഴ്സ്. അതുപോലെ ടോഡ്ലർഹുഡ് ലേൺ ടു ഡിലേ സാറ്റിസ്ഫാക്ഷൻ. ഏർലി ചൈൽഡ്ഹുഡ് ഐഡന്റിഫൈങ് വൺ സെൽഫ്, സ്വന്തം ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ലേറ്റ് ചൈൽഡ്ഹുഡ് ഡെവലപ്പിംഗ് സ്കിൽ ഇൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻ ദ ക്ലോസസ്റ്റ് കോണ്ടാക്ട് വിത്ത് റിയാലിറ്റി? ഇതിൽ ഏതാണ് റിയാലിറ്റിയുമായി ക്ലോസസ്റ്റ് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ളത്? ഇഡ് ആണോ, ഈഗോ ആണോ, സൂപ്പർ ഈഗോ ആണോ, ലിബിഡോ ആണോ എന്നുള്ളതാണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ആൻഡ് ലിബിഡോ. ഉത്തരം ഈഗോ ആണ്. ഓക്കെ, then which stage of Erikson psychosocial developmental theory deals with adolescence? Trust versus mistrust, autonomy versus shame and doubt, initiative versus guilt, identity versus role confusion. ഏതാണ് അഡോളസെന്റ് പീരിയഡിൽ ഉണ്ടാകുന്നത്? ഐഡന്റിറ്റി versus role confusion ആണോ? ഓക്കെ, ദാറ്റ്സ് എ ഡി ആണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നാണ്, ഈ സമയത്താണ് പലപ്പോഴും എന്താണ് നമ്മളുടെ കരിയർ ഒക്കെ സെലക്ട് ചെയ്യുന്നത്. സൈക്കോസെക്ഷൽ അഡോളസെന്റ് പീരിയഡ് ആണ്. എന്താണ് എൻ്റെ എന്തായിരിക്കണം എൻ്റെ ഡ്രീം, ഞാൻ ആരായിത്തീരണം എന്നുള്ളത്, അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഡെവലപ്പ് ചെയ്യുന്നത് പലപ്പോഴും ഈ സ്റ്റേജിലാണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന അഡോളസെന്റ് പീരിയഡിലാണ് എന്നുള്ളതാണ്. ഓക്കെ, പിക്ക് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി സ്റ്റേജ് ഇൻ ഡെവലപ്മെന്റ്. റിപ്രഷൻ, ഡിനയൽ, പ്രൊജക്ഷൻ, ഐസൊലേഷൻ, റിഗ്രഷൻ, oral, anal, phallic, latency, genital, then latency, oral, denial, anal, genital, birth, child, adult, die. ഏതാണ് കറക്റ്റ് ഓർഡർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്? ഓക്കെ, ആൻസർ oral stage, anal stage, phallic stage, latency stage and genital stage according to Sigmund Freud psychosexual developmental
തിയറി. ഓക്കെ, എനിവേ നമ്മൾ ഇന്നേക്ക് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമ്മളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിവേ ഇത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡിഫറെന്റ് കൺസെപ്റ്റ് മുതൽ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റൽ തിയറികളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്ത ഒന്ന് മെന്റൽ ഹെൽത്ത് ഡിഫൻസ് മെക്കാനിസം ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2 hours. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിവേ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മെസ്സേജ് ചെയ്യാം. എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാനിത് മറുപടി പറയാം. എനിവേ ഇത് ഇന്ന് ഡിസ്കസ് ചെയ്ത ഓരോന്നും തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ആ കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഡിഫൻസ് മെക്കാനിസത്തില്, അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഉൾപ്പെടെയുള്ള തിയറിറ്റിക്കൽ കാഴ്ചപ്പാടിലൊക്കെ കൺസെപ്റ്റ് ക്ലാരിറ്റി വരിക എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടും നോക്കേണ്ടുന്ന ഒന്ന്. അതിൽ ഈ ക്വസ്റ്റ്യൻസ് ഇത് വെച്ചുകൊണ്ട് തന്നെ അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നൗ യു ക്യാൻ ആസ്ക് ഇൻ ദ ഗ്രൂപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പേഴ്സണലി എൻ്റെ സിസ്റ്റം ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഓഡിയോ അത്ര ക്ലാരിറ്റി വരില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെയോ ചാറ്റിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. എനിവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു. Thank you, sir.